أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر. لا تنسني إذ ذاك في تلك الضرر. قد جئت بابك راجيا نيل الظفر. بنوالكم يا مصطفى لا ينكسر. قلبي بعودي خائبا مع من خسر. لو جاء إلى الكرماء من يشكو العسر. بالافتقار فلا يعود بلا يسر. هل من كريم مثلكم في من غبر. أو من يجي لا وحق المقتدر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മുത്തഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ ആസ്പദമാക്കി ചെറിയൊരു വിശദീകരണമാണ് ഇന്നും നാളെയും നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാനും ആശയങ്ങൾ ഗ്രഹിക്കാനും ആ ആശയങ്ങളൊക്കെ ഓതുന്ന സമയത്ത് മനസ്സിരുത്തി ഓതാൻ കഴിവുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനും നമ്മെ എല്ലാവരെയും ഇൽമു നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് മൂലം കേൾക്കുന്നത്, ഓതുന്നത് ഒക്കെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഉയർത്തപ്പെടുന്ന ഉത്തമ വിഭാഗത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ ഉസ്താദുമാർ, സാദാത്തുക്കൾ, നേതാക്കൾ, ഉമറാക്കൾ, പ്രത്യേകിച്ച് ഈ മഹല്ലത്തിൽ നിന്ന് വിട പറഞ്ഞുപോയവർ എല്ലാവരുടെയും സന്നിധാനങ്ങളിലേക്ക് ഈ സദസ്സിൻ്റെ ബറക്കത്ത് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ എല്ലാ ദിവസവും ഒരുപക്ഷെ കൂടുതലായി ഓതുന്ന അധ്യായമായിരിക്കും സൂറത്തുൽ അസ്ർ. നമ്മൾ ഓതാത്തത് നമുക്കതിൻ്റെ പരിജ്ഞാനം കുറവായതുകൊണ്ട്. രണ്ട് സ്വഹാബിമാർ പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളെ വീട്ടിലേക്കും മറ്റയാളെ വീട്ടിലേക്കും പോകുകയാണെങ്കിൽ
അല്ലെങ്കിൽ ഒരതിർത്തി വിട്ട് മറ്റൊരാളെ യാത്രയാക്കാൻ പോവുകയാണെങ്കിൽ ആ യാത്രയപ്പ് വേളയിൽ അല്ലെങ്കിൽ വിട്ടുപിരിയുന്ന സമയത്ത് കൈപിടിച്ച് ഓതിക്കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ ഒരു വലിയ ഉപദേശമാണ്. ജീവിതകാലം മുഴുക്കെ കാത്തുസൂക്ഷിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന വലിയൊരു ഉപദേശം. എല്ലാവർക്കും, കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ജീവിതത്തിൻ്റെ എല്ലാ ധാരകളും വിജയത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവരാനുള്ള വലിയ ഒരു ഉപദേശം ഈ ചെറിയ അധ്യായത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഉപദേശം കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓതും. ഒരു സ്വഹാബി ഇങ്ങോട്ട് ഓതും, മറ്റേ സ്വഹാബി അങ്ങോട്ട് ഓതും. രണ്ടുപേരും ഓതിക്കൊടുക്കും. യാത്രയപ്പ് ചെയ്യുന്ന സമയത്ത് ഓതിക്കൊടുക്കൽ സുന്നത്തുള്ള ഒരു സൂറത്തും കൂടിയാണ്. യാത്രയപ്പിന് വേണ്ടി പോകുമല്ലോ നമ്മളെ വീട്ടുകാരൊക്കെ. പല വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ദ്വാരക്കണം എന്നൊക്കെ പറയും. ആ കൂട്ടത്തിൽ കൈപിടിച്ചുകൊണ്ട് ഓതിക്കൊടുക്കുക ഈ 3 ആയത്തുകളുള്ള സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇനിയൊരു പ്രത്യേക ഉപദേശം വേറെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. യാത്രക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കേണ്ട ഒരു ദുആയുണ്ട്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ഏത് യാത്ര പോകുന്ന യാത്രക്കാരന്റെയും കൈപിടിച്ച് പറയണം, അസ്തൗദിഉല്ലാഹ ദീനക്, നിന്റെ ദീന് ശരിയാം വണ്ണം നിന്നിൽ നിലനിർത്താൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. നീ ഇപ്പൊ സുന്നിയായി പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറച്ച് കാശ് കിട്ടുമ്പോഴേക്ക് മാറിപ്പോകാൻ പാടില്ല. വേറെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടോ ദീനെന്ന് നീ പുറത്തു പോകാൻ പാടില്ല. നീ യഥാർത്ഥ ദീന് ഇവിടെ ഉൾക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നല്ലാതെ മാറ്റമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സൂക്ഷിക്കാൻ വേണ്ടി തേടുകയാണ്. അസ്തൗദിഉല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ സൂക്ഷിപ്പ് തേടുന്നു. ദീനക്ക, നിന്റെ ദീൻ, നീ ദീന് വിട്ടു പോകാൻ പാടില്ല. വ അമാനത്തക്ക, നിന്നെ കുറിച്ചുള്ള അമാനത്ത്, വിശ്വസ്തത, ഉത്തരവാദിത്ത ബോധം എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന വാക്ക്. നീ ഏത് ജോലിക്ക് പോയാലും നിന്നിൽ അമാനത്താണ് കാതലായിട്ട് വേണ്ടത്. ആരെയും പറ്റിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, വേറെ ചതിയിലൊന്നും പെടാതെ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കാൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. നിന്റെ കർമ്മങ്ങളുടെ പരിസമാപ്തിയൊക്കെ നിനക്ക് അനുകൂലമാകണം, ആഖിറത്തിൽ പ്രതികൂലമാകരുത്. അനുകൂലമായി കിട്ടാനും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും. ഈ വിശാലമായ 3 ചോദ്യങ്ങളും ചോദിക്കുന്ന ദുആ അത് നടത്തൽ സുന്നത്തുണ്ട്. യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പോയി കണ്ടുപോന്നാ പോരാ. കൂട്ടത്തിൽ ഇനി ഏത് യാത്രയപ്പിന് പോവുകയാണെങ്കിലും ഒരു വല്ലാസുരി കൈ പിടിച്ച് ഓതിക്കൊടുക്കണം. എന്താപ്പെന്ന് മദരിച്ചത് വന്ന് കിട്ടിയെന്ന് ആരും പുതിയതായിട്ട് ചോദിച്ചാൽ കൂടുതൽ പറയണ്ടേ, നമ്മൾ ഉൾക്കൊള്ളണ്ടേ. കൈ പിടിച്ചുകൊണ്ട് കൂട്ടുകാരൻ ഞാൻ പോകാന്ന് പറയും, പോക എന്നാ ഒരു വല്ലസുരി ഓതിക്കൊടുക്കുക. കുറെ നേരമൊന്നുമില്ലല്ലോ, യാസീനൊക്കെ അതിനൊക്കെ നേരത്തെ വരും. ഒരു വല്ലാസുരി ഓതിക്കൊടുക്കുക. അവിടുന്ന് ഇങ്ങോട്ടും ഒരു വല്ലാസുരി, നമ്മൾ അങ്ങോട്ടും ഒരു വല്ലാസുരി സൂറത്ത്. ആ സൂറത്തിന്റെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോൾ ഓതിക്കൊടുക്കേണ്ട സൂറത്ത് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആൻ മൂജസായ കലാമാണ്. ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് വലിയ ആശയങ്ങൾ അല്ലാഹു തആല ലോകത്തെ പഠിപ്പിക്കുന്ന വളരെ ഭംഗിയുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വിവരണം. ചെറിയ വിഷയങ്ങളാണ് പറയാ, പക്ഷെ അതിൽ ഉൾപ്പെടാത്ത ഒന്നും ഉണ്ടാകൂല. എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അത് പഠിക്കാനും ചിന്തിക്കാനും കൂടുതൽ ഗ്രഹിക്കാനും സമയവും അവസരങ്ങളും നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. ഞാൻ കൂടുതലായി നീട്ടിപ്പറഞ്ഞ് വിശദീകരണങ്ങൾ കുറക്കുന്നില്ല. തഫ്സീർ തന്നെ ധാരാളം പറയാനുണ്ട്. അപ്പോൾ വൽ അസ്രി സൂറത്ത് ഇത്രയും മഹത്തുള്ളൊരു സൂറത്താണ്. സ്വഹാബത്ത് ദിനം പ്രതി
വസിയ്യത്ത് എന്ന നിലക്ക് കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുന്ന സൂറത്ത്. വളരെയധികം പ്രത്യേകതയുള്ള ഈ സൂറത്ത് ജീവിതത്തിൽ നമ്മളും പതിവാക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിന്റെ വിശദീകരണം പിന്നെ പലപ്പോഴും കേൾക്കുന്നതല്ലേ. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാൻ അർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് ചെറിയ ഒരു രൂപത്തിൽ നമ്മൾ അർത്ഥം പറയും. വിശാലമായ അർത്ഥങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അല്ലാഹ്, റഹ്മാൻ, റഹീം എന്ന 3 മഹത്വമേറിയ ഇസ്മുകൾ അടങ്ങിയ ബിസ്മില്ലാഹി വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതില് 19 അക്ഷരങ്ങളാണ് അല്ലേ. എണ്ണി നോക്കിയാൽ ഒഴിവുപോലെ എണ്ണി നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. 19 ഹർഫുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ളത്. അത് വലിയൊരു കാവലാണ്. നാളെ നരകത്തിന്റെ പാർശ്വങ്ങളിൽ അള്ളാഹു നിർത്തിയിരിക്കുന്നത് അലൈഹാ 19 മലക്കുകളെയാണ്. സബാനിയത്ത്, കാവൽക്കാർ. ഉസ്താദെ, ഇത്രയും വലിയ ജനാവലിക്ക് ഇത്രയും വലിയ ആളുകളെ നിയന്ത്രിക്കാൻ 19 ഉള്ളൂ. 1 മതി. കാരണം ആ 19 എണ്ണത്തിന്റെ വലുപ്പവും അതിന്റെ വ്യാസവും കേട്ടാല് 1 തന്നെ മതി എന്ന് പറയും. സബാനിയത്തിന്റെ കണക്കാണ് 19 എന്ന് പറഞ്ഞത്. നരകത്തിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്ന കാവൽ ഭടന്മാർ വല്ലാത്ത ആരോഗ്യവന്മാരാണ്. അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, അലൈഹാ മലായികത്തുൻ ശിദാദുൻ ഗിലാദ്. ആ നരകത്തിന്റെ മുകൾ ഭാഗത്ത് നല്ല മല്ലന്മാരായ ഗൗരവ സ്വഭാവം മാത്രമുള്ള മലക്കുകളുണ്ട്. അവരെ ആ ശക്തി, അവരെ ആ ഹൈറ്റും വെയിറ്റും വിശദീകരിച്ചപ്പോൾ ഹദീസിൽ പഠിപ്പിച്ചു, ഒരു മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള വ്യാസം, വലുപ്പം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര വിസ്തീർണമുണ്ട്. ഒരൊറ്റ മലക്കിൻ്റെതാണ് അങ്ങനത്തെ 19 എണ്ണം. ആ 19 മലക്കുകളുടെ കുളത്തിലും പെടാതെ അവര് വലിച്ച് നരകത്തിലേക്ക് വീഴ്ത്തുന്നതിൽ പെടാതിരിക്കാൻ വലിയൊരു കാവൽ മന്ത്രമാണ് ഈ 19 ഹർഫുകൾ എന്ന് ബിസ്മില്ലാഹിയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിസ്മി എല്ലുന്ന ആള് എപ്പോഴും പൂർണ്ണമായി ചൊല്ലണം, പിശുക്കരുത് എന്നർത്ഥം. ഒരു ബിസ്മില്ലാഹി മാത്രാക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹി എന്നാക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായിട്ട് ചൊല്ലുക. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി തുടങ്ങും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹനത്തിൽ കയറുമ്പോഴും ബിസ്മില്ലാഹി ചൊല്ലൽ സുന്നത്തുള്ള എല്ലാ മേഖലകളിലും ബിസ്മില്ലാഹി മുഴുവനായി ചൊല്ലുക. അറവ് നടത്തുന്നതിനൊട്ട് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ചിലരവിടെ സംശയം കൊണ്ടുവന്നു, അറവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയല്ലേ, അതുകൊണ്ട് റഹ്മാനുർ റഹീം ഉച്ചരിക്കണോ? അറവ് അർത്ഥുകൊണ്ട് വേദനിപ്പിക്കുന്ന സംഗതിയല്ലേ. അല്ല, അറവ് നടത്തുന്നത് പെട്ടെന്ന് മരണം കിട്ടാനുള്ള എളുപ്പമാർഗമാണ്. അതുകൊണ്ട് അതൊരു റഹ്മത്താണ്. റഹ്മത്തിന് കുറവൊന്നുമില്ല, റഹ്മത്ത് കൂട്ടിച്ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇരിക്കട്ടെ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പതിവാക്കുക. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലത്തെ സത്യം ചെയ്ത് അല്ലാഹു തആല മാലോകരെ പഠിപ്പിക്കുന്നു വലിയൊരു പ്രമേയം. കാലം തന്നെയാണ് സത്യം. വൽ അസുർ എന്നതിന്റെ ഒരു വിവക്ഷയാണത്. എന്തേ കാലത്തെ സത്യം ചെയ്യുന്നത്? കാലം എന്ന് പറയുന്നത് അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. കാലത്തിന്റെ ചലനം, അതിന്റെ നിയന്ത്രണം, അതിന്റെ വ്യത്യസ്തതകൾ, വിവിധ രൂപത്തിലുള്ള ആ കാലത്തിന്റെ ഗമനം, സുഗമമായ അതിന്റെ നടത്തിപ്പ്, അതിന്റെ രാവും പകലും, ഗ്രീഷ്മകാലവും അതുപോലെ തന്നെ ഉഷ്ണകാലവും ശൈത്യകാലവും ഹേമന്തകാലവും വസന്തകാലവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കാലം. കാലം മനുഷ്യനെ വലിയൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? ഈ രൂപത്തിൽ കാലം സ്വമേധയാ സഞ്ചരിക്കാൻ ഒരു നിലക്കും കഴിയില്ല. കാലം ഈ രൂപത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ സഞ്ചാരത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. കാലത്തെപ്പറ്റി പഠിക്കുന്ന മനുഷ്യൻ തീർത്തും അവന്റെ പഠനം എത്തിച്ചേരുന്നത് ഈ കാലത്തെ നിയന്ത്രിക്കുന്നൊരു നിയന്താവുണ്ട്. തീർച്ചയാണ് കാലത്തെ നിയന്ത്രിക്കുന്ന നിയന്താവുണ്ടോ? ഉണ്ട്.
എങ്കിൽ പിന്നെ ആ നിയന്താവ് ആരാണ്? ആ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അന്നഹു ഹുവല്ലാഹ്, അത് പരമശക്തിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം ഈ രൂപത്തിൽ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഈ രൂപത്തിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കാനും ഇതിനെ ചലിപ്പിക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാലത്തിന്റെ ഗമനം എന്തൊരു സൗന്ദര്യമാണ് സഹോദരങ്ങളെ! രാവും പകലും ഒരുപോലെയാണോ? അല്ല. രാത്രി സമയത്തൊരാൾ ഉറങ്ങുന്നതും പകല് സമയത്തൊരാൾ ഉറങ്ങുന്നതും അയാളെ ശരീരത്തിന്റെ ആരോഗ്യഘടനയ്ക്ക് എത്ര വലിയ മാറ്റമുണ്ട്! തീർത്തും മാറ്റമുണ്ട്. രാത്രി ഉറക്കമൊഴിച്ചാൽ ആ ഉറക്കിന് പകരമാകില്ലല്ലോ പകലിലെ ഉറക്കം. മുഴുവനായി രാത്രി ഉറക്കം ഒഴിക്കുന്ന ഒരാൾക്ക് എത്ര പകലിൽ ഉറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിന്റെ പകരമാകില്ല അതൊന്നും. രാത്രിയുടെ ഉറക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സംവിധാനിച്ചത്? ആരോഗ്യത്തിന്റെ ഒരു പ്രത്യേക സൗന്ദര്യം സംവിധാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതേ, രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ ശാന്തമായ രൂപത്തിലല്ലേ രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നത്? പകല് അങ്ങനെയല്ലല്ലോ. പകല് ചലിക്കുന്ന രൂപത്തിലാണ് പകലിനെ സംവിധാനിച്ചിരിക്കുന്നത്. സജീവതയുടെ രൂപമാണ് പകല്. രാത്രി പൊതുവെ നിശ്ചലമായ രൂപമാണ്. രണ്ട് സമയവും റബ്ബ് സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് ഓരോ ജീവികളുടെയും ഓരോ സൃഷ്ടിയുടെയും വളർച്ചക്കും അതിന്റെ വികസനത്തിനും അതിന്റെ എല്ലാവിധ സൗന്ദര്യത്തിനും രാവും പകലും വ്യത്യസ്ത പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലത്തെ സംബന്ധിച്ച് മനുഷ്യൻ നന്നായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല വെറുതെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതല്ല. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. കാലത്തിന്റെ അത്ഭുതങ്ങൾ നീ പഠിക്കണം. കാലത്തെ സംബന്ധിച്ച് നീ ചിന്തിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മനുഷ്യ, കാലത്തെ പറ്റി ആലോചിക്കുന്ന നീ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന കാലം എത്രയുണ്ട് എന്ന് നിനക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഭാവി കാലം നീ നന്നാക്കുകയും വേണം. ഓരോ കാലത്തെ പറ്റിയും നിനക്ക് ചിന്തയുണ്ടാകണം. ഓരോ ആയുസിലും അല്ലാഹു തആല നമുക്ക് തരുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽക്ക് 24 മണിക്കൂറല്ലേ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ആ 24 മണിക്കൂറിന് മാറ്റമില്ലല്ലോ. പക്ഷേ ഈ 24 മണിക്കൂർ അത് ദിവസവും ആഴ്ചയും വർഷവുമായി വരുമ്പോ അതിനെ സ്വീകരിക്കുന്ന ഓരോത്തിലും മാറ്റമുണ്ട്. മനുഷ്യൻ കുട്ടിക്കാലം പോലെയാണോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൗമാരത്തിലെത്തുമ്പോ അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് യൗവനത്തിലെത്തുമ്പോ മാറ്റമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലെത്തുമ്പോ മാറ്റമുണ്ടല്ലോ. ഓരോ ഘട്ടത്തിലും മനുഷ്യന് മാത്രമല്ല, ഒരു ചെടിയാണെങ്കിലും ഒരു ഉറുമ്പാണെങ്കിലും ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. എന്താ സഹോദരങ്ങളെ ഈ കാലം ഈ മാറ്റത്തിന് അനിവാര്യമായി നമുക്ക് തന്നത്? കാലത്തിന്റെ സൗന്ദര്യം നോക്ക്, നിങ്ങൾ അതിൽ ചേഞ്ച് ഇല്ലല്ലോ. 24 മണിക്കൂറല്ലേ മുമ്പും ഇപ്പോഴും ഉള്ളത്. പക്ഷേ വർഷങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോ നമ്മുടെ ജീവിതത്തിലും ഓരോ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സൂര്യന്റെ ചലനത്തിന് വരെ മാറ്റം സംഭവിക്കുന്നുണ്ട്. ശാസ്ത്രലോകം അല്ല, പണ്ഡിതന്മാരായ ആളുകൾ വരെ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂര്യന് താപനില വർദ്ധിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം എഴുതുന്നു. സൂര്യന്റെ താപനില കൂടി വരുന്നത്, വർഷം കൂടുമ്പോ ഓരോന്നും അതിന്റെ ഡിഗ്രി കൂടുന്നത്. സൂര്യന്റെ അസ്തമയത്തിന് അതിന്റെ അവസാനത്തിനുള്ള തെളിവായിട്ടാ പറയുന്നത്. സൂര്യനൊരു അവസാനമുണ്ടോ? ഉണ്ട്. ചന്ദ്രന് അവസാനമുണ്ടോ? ഉണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും നിശ്ചിത കാലമേ സഞ്ചരിക്കുകയുള്ളൂ. അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അതിന്റെ ആ എല്ലാവിധ പ്രകാശ കിരണങ്ങളും അസ്തമിച്ച് സൂര്യന്റെ ചലനം നിന്നുപോകും, ചന്ദ്രന്റെ ചലനവും നിന്നുപോകും, അതിന്റെ പ്രകാശ കിരണങ്ങളെല്ലാം തീർന്നു പോകും. നക്ഷത്രങ്ങൾക്ക് വരെ അങ്ങനെ ഒരു അവസാനം അല്ലാഹു നൽകിയിട്ടില്ലേ? ഇതെല്ലാം കാലത്തിൽ അല്ലാഹു തആല സംയോജിപ്പിച്ച വിഷയങ്ങളാണ്. ആകയാൽ
കാലത്തിന്റെ ഈ രഹസ്യ സ്വഭാവങ്ങൾ, ഈ വ്യത്യസ്തതകൾ, ഈ അത്ഭുതങ്ങൾ, ഇതൊക്കെ പഠിക്കണം മനുഷ്യൻ. എന്തിന്? ആ മനുഷ്യൻ ഇത് പഠിക്കുമ്പോൾ ഈ കാലത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. അതൊരിക്കലും മനുഷ്യനല്ല. കാരണം കാലം ഉണ്ടായ ശേഷമല്ലേ മനുഷ്യൻ വന്നത്. മനുഷ്യനെ പോലെ കഴിവുള്ളൊരു സൃഷ്ടിയുമാണോ? അല്ല. പിന്നെയോ മനുഷ്യനെ പോലെ കഴിവുള്ള സൃഷ്ടിയല്ല. മറ്റു സൃഷ്ടികളെ പോലെ കഴിവുള്ളൊരു സൃഷ്ടിയാകാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും കാലത്തിന്റെ പിറകിൽ ഉള്ളവരാണ്. അപ്പൊ കാലത്തിനതീതനായ ഒരു ശക്തി വേണം. ആരാണ് ആ ശക്തി? കാലത്തെ സംവിധാനിച്ച അല്ലാഹ്. അതുകൊണ്ടാണ് കാലത്തെ പഠിക്കരുത് എന്ന് പറഞ്ഞത്. ഒരു കാലത്തെയും ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ആളുകൾക്കൊരു പൊതുവെ സ്വഭാവമുണ്ട്, ഉസ്താദേ ഇപ്പത്തെ കാലം അങ്ങനെയാണ്, ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയാണ്, മറ്റേ കാലത്ത് അങ്ങനെയാണ്. കാലത്തിനെന്ത് കുറവാ സഹോദരങ്ങളെ സംഭവിച്ചത്? കാലത്തിനെന്ത് പോരായ്മയാ സംഭവിച്ചത്? കാലത്തെ പഠിക്കരുത്. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നഹു ഹുവല്ലാഹ്, കാലം പടച്ച് സംവിധാനിച്ചവൻ അല്ലാഹുവാൻ. കാലത്ത് ചീത്ത പറയാൻ പാടില്ല. കാലത്തിന് അതിന്റെ സൗന്ദര്യം പണ്ടുള്ളതുപോലെ ഇപ്പോഴുണ്ട്, ഒരു കുറവില്ല. കുറവുണ്ടെങ്കിൽ നാ പറയണ്ടേ അല്ലേ? 24 മണിക്കൂർ എന്നുള്ള കുറഞ്ഞ് 23 ആയിട്ടുണ്ട്. അങ്ങനെ വേഗത കൂടി വരുന്ന ഒരു സമയം വരുമോ? അത് വരും, അത് വരാനുണ്ട്. ആ രൂപത്തിലുള്ളത് വരും. ഒരു വർഷം പോലെ, ഒരു ദിവസം ഒരു വർഷം പോലെ, ഒരു മാസം അതുപോലെ, ഒരാഴ്ച അതുപോലെ, ആ രൂപഭാവങ്ങളൊക്കെ വരാനുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ. അപ്പോഴും 24 മണിക്കൂർ എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. അതതിന്റെ രൂപത്തിൽ തന്നെ ഉണ്ടാവും. കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ കാലത്തിന് എന്ത് കുറവ്? നമ്മളെന്തിന് കാലത്തിലേക്ക് എല്ലാം ചേരി തീർത്തി പറയണം? ഇപ്പത്തെ കാലം എങ്ങനെയാണ്, ഇപ്പത്തെ കാലം എങ്ങനെയാണെന്നല്ല, കാലക്കാരെ പറയേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ പഴിക്കുന്നു, എന്തിനും കാലത്തെ പഴിചാരുന്നു. സത്യത്തിൽ കാലത്തിനൊരു കുറവും ഇല്ല. വൽ ഐബു ഫീനാ, പോരായ്മയുള്ളത് നമ്മിലാണ്. നമ്മിലുള്ള കുറവെന്തിനാണ് കാലത്തിലേക്ക് ചേർത്തി പറയുന്നത്? കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, കാലത്തെ കുറവാക്കി സംസാരിക്കരുത്. കാലത്തിന് സൗന്ദര്യം നൽകിയതും അതിനെ പടച്ച് സംവിധാനിച്ച് ചലിപ്പിക്കുന്നതും അല്ലാഹുവാണ്. കാലത്തിനെ പഠിക്കുമ്പോൾ അത് അല്ലാഹുവിനെ പഠിക്കലാകും. സത്യത്തിൽ ഈ കാലത്തുള്ള ഏറ്റവും വലിയ കുറവെന്താണെന്നറിയോ? നമ്മളാണ് ഈ കാലത്ത് ജീവിച്ചു എന്നുള്ളതാണ്. വമാലി സമാനിനാ ഐബുൻ സിവാനാ, നമ്മുടെ ഈ കാലത്തിനൊരു കുറവ് നമ്മൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. ആ കുറവ് ശരിക്ക് കാലത്തിന് സംസാരശേഷി അല്ലാഹു കൊടുക്കുന്നൊരു സമയം വരും. വലൗ നതഖസ്സമാനു ലനാ ഹജാനാ, കാലം നമ്മളോട് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മെ കാലം കളിയാക്കി കരയും. കാലത്തെ അല്ലാഹു സാക്ഷിയാക്കി കൊണ്ടുവരുന്നൊരു സമയം വരുന്നുണ്ട് പരലോകത്ത്. സമയം എന്നുള്ളത് സാക്ഷിയായി എവിടെ വരും? ഒരു മുസ്ലിമായ മനുഷ്യന് 7 സാക്ഷികളല്ലേ അല്ലാഹു നൽകുന്നത്. അതിലൊരു സാക്ഷി സമാനാണ്. സമാൻ അവിടെ വിളിച്ചു പറയും, കറക്റ്റ് ടൈം പറയും, മണിക്കൂർ പറയും, സെക്കൻഡ് പറയും, മൈക്രോ സെക്കൻഡ് എല്ലാം കൃത്യമായി വിവരിച്ചു പറയും. ഒന്നും തെറ്റായി തോന്നുകയില്ല. ക്യാമറയിൽ ഇന്ന് കറക്റ്റായി ക്യാമറ മിന്നുമ്പോൾ മണിക്കൂറും മിനിറ്റും സെക്കൻഡ് സൂചിയും ഒക്കെ കാണാറില്ലേ? എല്ലാം വളരെ കൃത്യമായി കാണാറില്ലേ? 12:46 ആണ് നീ ഇവിടെ ആ നിയമം തെറ്റിച്ചത് എന്ന് ക്യാമറ മിന്നി കാണിക്കുന്നു. നീ കറക്റ്റ് നോക്കുമ്പോൾ ഒരു പിഴവും ഇല്ലാതെ നിനക്കത് ബോധ്യപ്പെടുന്നു. എങ്കിൽ സഹോദരാ, നാളെ ആഖിറത്തിൽ സമാന് വന്നിട്ട് സാക്ഷി നിൽക്കുമ്പോ സമാൻ അതിന്റെ കറക്റ്റ് കണക്ക് പറയും. നന്മ ചെയ്തതിനും സാക്ഷിയാകും, തിന്മ ചെയ്തതിനും സാക്ഷിയാകും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ,
ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വായിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറഞ്ഞത് ഈ വിവരണങ്ങളെ സംബന്ധിച്ചാണ്. ഇരിക്കട്ടെ, കാലത്തെ പഠിക്കരുത്. കാലത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാലവും മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ആയുഷ്കാലം നന്നായി ജീവിക്കാനാണ് നീ നോക്കേണ്ടത്. എത്ര കുറഞ്ഞ കാലമാണെങ്കിലും നിനക്ക് നല്ല അവസരങ്ങൾ ഒരുപാട് അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് അവസരങ്ങൾ തന്നില്ല എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. അതിനാണ് അള്ളാഹു തആല അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എത്ര മോശപ്പെട്ട ആളുകളെയും നിങ്ങൾ നോക്ക്, പെട്ടെന്ന് അള്ളാഹു തആല ശിക്ഷിക്കുന്ന സ്വഭാവം അള്ളാഹു തആലക്കില്ല. ലോകത്ത് ഒരേ ദിവസം തന്നെ 10,000-ത്തിലധികം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ട് കൊല്ലാകൊല നടത്തിയ ആളാണ് ഫിർഔന്. അവനെ ഒറ്റടിക്ക് അള്ളാഹു തആല തീർത്തിട്ടില്ലല്ലോ. എത്ര ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് തന്ത്രപൂർവം തെറ്റുവില്ലുണ്ടാക്കി ഇബ്ലീസിന്റെ കൽപ്പന പ്രകാരം തെറ്റുവില്ല് ഘടിപ്പിച്ച് വലിച്ചെറിഞ്ഞ ആളാണ് നുമ്രൂദ്. പെട്ടെന്ന് അവൻ അള്ളാഹു കൊന്നുകളഞ്ഞു? ഇല്ല. എത്ര കാലം കഴിഞ്ഞു? കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ കൂടെയുള്ള പല ആൾക്കാരും സ്പോട്ടിൽ മരിച്ചു, പക്ഷികളെ കല്ല് കൊണ്ടിട്ട്. പക്ഷെ അബ്രഹത്തിനെ വീണ്ടും ആ മക്കയിൽ നിന്ന് യമനിലേക്ക് ചുമന്നു കൊണ്ടുപോയി അബ്രഹത്തിന്റെ വയറ് വീർത്ത് വികസിച്ച് പൊട്ടി ഒലിച്ച് രോഗഗ്രസ്തനായി കിടന്ന് കുറെ കഴിഞ്ഞിട്ടാണ് അബ്രഹത്ത് മരിക്കുന്നത്. എന്തിനാ അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ? സമയം കിട്ടിയില്ല ചിന്തിക്കാനും മടങ്ങാനും എന്ന് ആരും പറയരുത്. നമ്മളും പറയരുത് നന്നാകാൻ നേരം കിട്ടിയിട്ടില്ല. അതിനാണ് ഈ സമയങ്ങളൊക്കെ വെച്ച് തരുന്നത്. സമയത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു പാഠം നല്ലോണം പഠിക്കാനുള്ള അതാണ്. എന്തിനാണ് അല്ലാഹു തആല ആയുസ് നീട്ടിത്തരുന്നതെന്ന് അറിയോ? തീർക്കേണ്ട ബാധ്യതകളൊക്കെ തീർക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്ന് അവിടുന്ന് പറഞ്ഞാലേ കാറ്റലോഗ് കൊണ്ടുതരും. ഒഴിവ് സമയത്തിന്റെ ലിസ്റ്റ് മൊത്തം കൊണ്ട് തരും. ആണിനും പെണ്ണിനും തരും. ഇത്ര ബാധ്യത ഉണ്ടായിട്ട്, ഇത്ര സമയം ഉണ്ടായിട്ട്, ഇത്ര ഒഴിവ് കഴിവുണ്ടായിട്ട്, ഇത്ര സമ്പത്ത് ഉണ്ടായിട്ട് എന്റെ നീ വിട്ടാതിരുന്ന് സമയം കിട്ടിയില്ലാണോ? ആരോടാ നീ ഇത് പറയുന്നത്? അത് ദുന്യാവിൽ ആരോടെയും പറയാൻ പറ്റും. സമയം കിട്ടിയില്ല, തിരക്കാണ്, വിസയാന്നൊക്കെ. അവിടെ നടക്കൂല എന്നോ. അതിനാണ് അല്ലാഹു തആല അക്രമികളെ വരെ നോക്ക് നിങ്ങൾ. പരാക്രമം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ലോകത്ത്. പെട്ടെന്ന് അല്ലാഹു നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓതുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നില്ലേ സൂറത്തുൽ കഹ്ഫ്? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നില്ലേ? നമ്മോടൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠനമില്ലേ സഹോദരങ്ങളെ? വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, നിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അൽ ഗഫൂർ, കൂടുതൽ പൊറുക്കുന്നവനാണ്. ദുർ റഹ്മതി, കാരുണ്യമുള്ളവനാണ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അനിഷ്ട പ്രവർത്തനങ്ങളെ കൊണ്ട്, അരുതായ്മകളെ കൊണ്ട് അല്ലാഹു തആല അക്രമികൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, പെടുന്നനെ ശിക്ഷ കൊടുത്ത് അല്ലാഹുരെ നശിപ്പിക്കുമായിരുന്നു. ഇല്ലല്ലോ. അല്ലാഹു തആലാക്ക് കഴിവ് കുറവുണ്ടായിട്ടാണോ? അല്ല. പിന്നെന്തേ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് അവസരം വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. ബല്ലഹും മൗഇദ്, അവർക്കൊക്കെ ഒരു വാഗ്ദത്ത സമയം വരാനുണ്ട്, ഒരു വാഗ്ദത്ത സ്ഥലം വരാനുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ, അവിടുന്ന് രക്ഷപ്പെട്ടു ഓടാൻ, അവിടുന്ന് ഓടി ഒളിക്കാൻ, മാറി മറയാൻ ഒരാൾക്കും ഒരിക്കലും കഴിയില്ല. പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഒളിവിൽ പോയി എന്ന് പറയും, മറവിൽ പോയി എന്ന് പറയും, ആളെ കാണാതായി എന്ന് പറയും. അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്ത സമയം, വാഗ്ദത്ത സ്ഥലം, അവിടുന്ന് വിട്ടുപോകാനോ തെറ്റിപ്പോകാനോ ചുളിവിൽ മറന്നു പോകാനോ ഒരാൾക്കും സാധ്യമല്ല. അതിനു വേണ്ടി അല്ലാഹു തആല അങ്ങോട്ട് ബാക്കി വെക്കുന്നു. അതുകൊണ്ടല്ലേ എല്ലാ തിന്മകൾക്കും ഇവിടെ ഫലം തരാത്തത്? എല്ലാ തിന്മകൾക്കും അല്ലാഹു തആല ഇവിടെ ശിക്ഷ തരുന്നുണ്ടോ? ഇല്ല.
രണ്ടെണ്ണത്തിന് ശിക്ഷ എവിടെ തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാനി യുഅജ്ജിലുഹുമല്ലാഹു അൽ ഉഖൂബത ഫിദ്ദുനിയ. രണ്ട് കാര്യങ്ങൾ, അതിന്റെ ശിക്ഷ ദുനിയാവിൽ അല്ലാഹു തആല തരും. തന്നിട്ടേ അല്ലാഹു തആല കൊണ്ടുപോകും. അത് വേഗം തരും. ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ, മരിക്കുന്നതിന് മുമ്പ് ടൈം ഇട്ടില്ലെങ്കിൽ നാം മരിച്ചു കൊണ്ട കൊടുക്കും. അങ്ങനെയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് അൽ ബഗ്യു, അക്രമം, അരുത്. അതിന് ഫലം തന്നിട്ടേ കൊണ്ടുപോകും. അതെത്ര വലിയ ആളാണെങ്കിലും. ഒരുപാട് സ്വഹാബിമാരെയും താബീങ്ങളൊക്കെ കൊല്ലാകൊലം നടത്തിയ ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ആ ഖുർആനിന് വള്ളിയും പുള്ളിയും ശബ്ദും മദ്ദൊക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജ. കഅബ പുനരുദ്ധാരണം ചെയ്ത 10 ആളുകളിൽ ഒരാൾ ഹജ്ജാജ് ബിൻ യൂസുഫാണ്. പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു. ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ട് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ വാൺ ചെയ്യുന്നു, താക്കീത് ചെയ്യുന്നു. ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കഴിമരത്തിലേറ്റി. ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽത്തുറങ്കിലടച്ചു. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതേ അറവശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കും പോലെ അറുത്തു. ജാജ് പൊളഞ്ഞിട്ട് പറയാൻ, ഞാൻ ചെയ്ത അക്രമങ്ങൾക്കൊക്കെ ഉള്ള ഫലം ഞാൻ ഇങ്ങനെ അനുഭവിക്കാണ്, വേദനിച്ചു കൊണ്ടുവയ്യ. അക്രമം ചെയ്യരുത് ഒരാളോട്. പണ്ടേ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരു ബെയ്ത്തുണ്ട്. ഇപ്പത്തെ മദ്രസയിൽ അതുണ്ടോ അറിയില്ല. ലാ തളിലിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫള്ളുൽ മുയർജിഉ ബാഹു ഇലൻ നദമി. എത്ര കഴിവുള്ള ആളാണെങ്കിലും ലാ തളിലിമന്ന, ളുൽമ് ചെയ്യരുത്, അക്രമം ചെയ്യരുത്. നല്ല കഴിവും ശേഷമൊക്കെ ഉണ്ട് നിനക്ക്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയിട്ടായിരിക്കും ചെയ്യരുത്. പക്ഷേ ആ അക്രമത്തിന്റെ തിക്തഫലം അത് ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ മടങ്ങി വരും. ഒരിക്കലും അത് വരാതെ നിന്നെ കൊണ്ടുപോകൂല. അല്ലെങ്കിൽ അതിൽ നിന്ന് ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങണം. ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങുന്നില്ല, മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ അല്ലാഹു തആല കൊടുക്കും. ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്, അതിന്റെ ശിക്ഷയും ദുനിയാവിൽ നേരത്തെ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത്രയാളുണ്ടായിട്ട് സ്വലാത്ത് കേൾക്കുന്നില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വേഗം ചുരുക്കിട്ടു, എനിക്കങ്ങനെ സ്വഭാവമുണ്ട്. വയല് കുറേ നടന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഞാൻ പലപ്പോഴും പറയലുണ്ട്, എനിക്ക് വയല് പറയാൻ നല്ല സ്ഥലം, എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദ്വീപാണെന്ന് പറയലുണ്ട്. ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പറഞ്ഞു വയലിങ്ങനെ ആവേശത്തോടുകൂടെ മണിക്കൂർ 2 മണി 3 മണിയൊക്കെ ആവും ചിലപ്പോൾ അവിടെ വയല് തീരാൻ രാത്രി. പക്ഷെ ആ സ്വലാത്തിന്റെ തർലിയത്തിന്റെ ആ വേദിന് വന്നാണ്ടല്ലോ ഇപ്പൊ റാഹത്ത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു പ്രത്യേക ആത്മനിർവൃതിയാണ്. ഉറക്കെ ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ സദസ്സ് കബൂലാക്കട്ടെ. തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അരുത് സഹോദര. എത്ര കഴിവുണ്ടെങ്കിലും എത്ര ചുക്കി ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത്, ഒരു പ്രവൃത്തി ചെയ്യരുത്. അനുഭവിച്ചിട്ടേ പോകും. എന്റെ സ്വഭാവം അങ്ങനെയാണ്. ബാക്കിയുള്ളതിനൊക്കെ അല്ലാഹു തആല ഒരു പക്ഷേ കുല്ലു ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ, എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടേക്കും. പക്ഷെ ഇത് ബന്ധിക്കൂല. ഈ പറഞ്ഞ രണ്ടെണ്ണം, അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ അടിച്ചു തള്ളിയിടണമെന്ന് കരുതരുത് കേട്ടോ. വാക്ക് മതി, മൗനം മതി, പ്രതിഷേധം മതി. മഹാന്മാരെണ്ണീട്ടുണ്ട്. വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാണ്ടോ അതൊക്കെ അതിൽ പെട്ടു. നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ്,
വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ, നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു, നീ അറ്റൻഡ് ചെയ്യുന്നില്ല. അറിയാം നിനക്ക് അവരാ വിളിക്കുന്നത്, പിന്നെയും പിന്നെയും വിളിച്ചു, നീ എടുക്കുന്നില്ല. അവരെ മനസ്സ് വേദനിച്ചോ? വേദനയാണ്. സുന്നത്തസ്കാരം പോലും കൈയച്ചുകൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകൾ ലോകത്താരാള്. വേറൊരാളെ പറഞ്ഞ നമ്മുടെ ഒരു മുതലാളിയെ വിളിക്കണമെങ്കിൽ സുന്നത്തസ്കാരം കൈയേക്കാൻ പറ്റുമോ? സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത്, സുന്നത്തസ്കാരത്ത് കൈയേക്കാൻ പറ്റുമോ? സ്വന്തം ജ്യേഷ്ഠനാ സഹോദരനാ വിളിക്കുന്നത്, കൈയേക്കാൻ പറ്റുമോ? ബാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു. എന്താണ് ആ വിളിന്റെ ഒക്കെ ഒരു മഹത്വം? ബാപ്പാന്റെയും ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ജാഗരൂകരാകണം. റബ്ബിന്റെ അദാബ് ചെറുതൊന്നുമില്ല കിട്ടുക. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു, മകന്റെ സെലക്ഷൻ ശരിയായില്ല, മകളെ സെലക്ഷൻ ശരിയായില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്കാണ്, നമ്മളാരും വാക്കല്ല. അതുകൊണ്ട് അതിവിടെ നേരത്തെ കിട്ടുന്നതാണ്, ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലത്തിന്റെ പരിശുദ്ധിയും മറ്റുമൊക്കെ മനസ്സിലാക്കി ഉള്ള കാലം നല്ല രൂപത്തിലും ഭാവത്തിലും അമല് ചെയ്തുകൊണ്ട് നന്നാക്കണം. കുറഞ്ഞ കാലം കൊണ്ട് വലിയ അമല് ചെയ്ത എത്രയോ ആളുകളുണ്ട്, അവരെ നമ്മൾ മാതൃകയാക്കണം. കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ അമല് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 250 കൊല്ലം നമ്മൾ ജീവിച്ചാലും നമുക്കത് നടക്കില്ല. നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചത് എത്ര വയസ്സാണ്? 54 വയസ്സല്ലേ ജീവിച്ചത്. ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. 204 വഫാത്തായി, 54 വയസ്സ്. കുട്ടിക്കാലം ഒരു 6 വയസ്സങ്ങ് വിട്ടേക്കു, ഖുർആൻ ഹിഫ്ളാക്കുന്നത് വരെയുള്ള കാലം. പിന്നെ ബാക്കിയുള്ള കാലം എടുത്തോളൂ. കുറഞ്ഞ വയസ്സല്ലേ അതിലുള്ളത്, 10-47 വർഷക്കാലം. ആ 10-47 വർഷക്കാലത്തില് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മൊത്തം ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മിന്റെ കണക്ക് തന്നെ കൂട്ടി നോക്കുമ്പോ ഒരു അമലാ പറയുന്നത്, വേറുള്ളത് വേറെയുണ്ട്. 20,000-ത്തിലധികമുണ്ട് സഹോദരങ്ങളെ, ചെറുതല്ല. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ജയിലിൽ വെച്ച് സുജൂദിലല്ലേ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. സുജൂദിൽ നെറ്റി വെച്ച് ആ നെറ്റി പിന്നെ എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ വഫാത്ത് സംഭവിച്ചു. ആ സുജൂദിൽ നെറ്റി വെച്ച സ്ഥലത്തിരുന്നിട്ടാണ് സാധാരണ ഖുർആൻ ഓതാറുള്ളത്. ജയിലിലെ വാർഡന്മാരതൊന്ന് കണക്കുകൂട്ടി നോക്കി. എന്തിനാ ജയിലിലായത് എന്നറിയോ? ഭരണം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഭരണാധികാരികൾ ജയിലിലടച്ചു, നിർബന്ധിപ്പിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, രക്തം ശരീരത്തിലൂടെ ഒഴുകി, അങ്ങാടിയിലൂടെ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് മഹാനവറുകളെ നടത്തിച്ചു. നിങ്ങളെന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചാലും എനിക്ക് ഭരണം വേണ്ട. അത് വല്ലാത്തൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നമ്മളെ ആൾക്കാരൊക്കെ എത്ര പെട്ടെന്ന് അതിലേക്ക് പോയി വീഴുന്നത്. അതൊരു ചെറിയ വാർഡാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിലും സുഗമമാണ്, രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഭാരിച്ച ഒരു സംഗതിയാണത്. നിർവഹിക്കാൻ കഴിയുമെങ്കിലേ തലവക്കാവൂ. സൂക്ഷ്മതയുള്ള മഹാന് പറഞ്ഞു, എനിക്കത് വേണ്ട, നിങ്ങൾ എന്നെ എത്ര ശിക്ഷിച്ചാലും ഞാനത് സ്വീകരിക്കില്ല. ഭരണാധികാരികൾ ജയിലിൽ അടച്ചപ്പെടും, ഖുർആനോത്തിന് മാറ്റമില്ല. സുജൂദിൽ നെറ്റിവെച്ച് ആ കിടക്കുന്ന സ്ഥലത്ത് ഖുർആനോദിയ ഖത്മിന്റെ എണ്ണം 7000 സുബ്ഹാനല്ലാഹ്. ഒരു ഖത്മു തീർത്തേടത്ത് മരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരായില്ലേ? റൂഹ് പിരിയുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധി അറിയുമോ? ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അള്ളാന്റെ ഖുർആൻ ഓതി തീർത്തത് 100 അല്ല, 1000 അല്ല, 7000. ജയിൽവാസത്തിലും അവർക്ക് ടൈം പാസ് ഖുർആൻ തന്നെ.
ഏതൊരാൾക്ക് നേരം പോക്കിന് എന്ത് വേണോ, വിശുദ്ധ ഖുർആന് പോലെ നേരം പോക്കിന് പറ്റുന്നൊരു ടൈം പാസിനുള്ള മധുരമുള്ളത് അല്ലാഹുവിന്റെ ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. നേരം പോക്കിന് എന്തിനാ കൂട്ടുകാരൻ? നേരം പോക്കിന് ഖുർആന് തന്നെ ധാരാളമാണ്. അതുകൊണ്ടല്ലേ പഴയകാലത്തെ ഉലമാക്കൾ പറഞ്ഞത്, മൻ അറാദ മൂനിസൻ ഫയക്ഫീൽ ഖുർആൻ. ടൈം പാസിന് ഒരു സുഹൃത്തിനെ വേണോ, അവന് ഖുർആന് മതി. ദുനിയാവിൽ ഖുർആന് കൊണ്ട് നേരം പോക്കുന്ന മഹാന്മാർ ഖബറിലെത്തുമ്പോഴും ഖുർആനാണ്. കൂടുതൽ ഖുർആൻ ഓതിയ മഹാനുഭാവനല്ലേ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യൻ. ആ സാബിത്തുൽ ബുനാനി തങ്ങളെ മറവ് ചെയ്തിട്ട് മീസാൻ കല്ലൊക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ ചുറ്റുഭാഗത്തൊന്നും പിരിയാൻ നോക്കുമ്പോ യസ്മഊന തിലാവത്തൽ ഖുർആനി മിൻ ഖബരിഹി, മഹാനവർകളെ ഖബർ ഷരീഫിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കുന്നു. ദുനിയാവിൽ അവരെ നേരം പോക്ക് ഖുർആനാണ്. അത് തന്നെയാണ് അവർക്ക് ഏകാന്ത ജീവിതത്തിലും അവർക്ക് സന്തോഷവും വെളിച്ചവും നൽകുന്നത് ഖുർആനാണ്. ഓ സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആന് ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ എത്ര ഓതി, ഇഷ്ടം പോലെ ഓതിയില്ലേ മഹാന്മാർ. 45 കൊല്ലം ജീവിച്ച ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനീ ഖിദ്മത്ത് ചെയ്തത് കൂട്ടി നോക്കുമ്പോ അസാധ്യമാകുന്ന രൂപത്തിലല്ലേ ഖിദ്മത്ത് ചെയ്തിരിക്കുന്നത്. മഹാനവർകൾ എഴുതിയ കിതാബുകൾ ഓരോന്നും പരിശോധിച്ചാൽ ഓരോ ദിവസത്തേക്ക് കണ്ട് ഒരു പേജിലധികം ഖിദ്മത്ത് ചെയ്തത് എണ്ണിക്കണക്കാക്കാം. 45 കൊല്ലമാണ് ജീവിച്ചത്. പക്ഷേ ചെയ്ത അമലോ 400 വർഷത്തെ അമലുണ്ട്. പോയിന്റ് മറക്കരുത്. കുറഞ്ഞ കാലമാണെങ്കിലും കൂടുതൽ അമൽ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനെന്താ മാർഗം എന്നറിയോ? നിയ്യത്ത് നന്നാക്കുക. ഏത് ചെറിയ അമലിലും വലിയ അമലിലും നിയ്യത്ത് നന്നാക്കുക. ഹുസ്നുൻ നിയ്യ, നിയ്യത്ത് എപ്പോഴും നന്നാക്കുക. എന്നാ ചെയ്യുന്ന അമലൊക്കെ വലിയ വലിയ അമലായി മാറും. അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ മനസ്സ് നീ നിസ്വാർത്ഥമാക്കണം എപ്പോഴും. എന്നാ കുറഞ്ഞ അമല് തന്നെ മതി, അത് വലിപ്പുണ്ടാവും. വലിയ വലിപ്പുണ്ടാവും. കുറഞ്ഞ അമൽ തന്നെ മതി, വലിയ വലിപ്പുണ്ടാവും. നിയ്യത്ത് നന്നാക്കുക. ഓരോന്നിനും നിയ്യത്ത് നന്നാക്കുക. അപ്പൊ ഇഷ്ടം പോലെ കിട്ടും, ഒരുപാട് ദറജ കിട്ടും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബദറിലെത്തിയ സ്വഹാബത്തിനോട് പറഞ്ഞു, ബദറിലെത്തിയ ആളുകളോട്, 300 ചില്ലറ മഹാന്മാരോട് പറഞ്ഞു, മാ ഖതഅതും വാദിയൻ വലാ ശിഅബൻ. നിങ്ങളൊരു മരഞ്ചലവും മുറിച്ചു കടന്നിങ്ങോട്ട് വന്നിട്ടില്ല, ഒരു കുന്നും മലയും കയറി വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ കഴിയുന്ന കുറെ ആളുകൾ മദീനത്തുണ്ട്. നിങ്ങളെപ്പോലെ കൂലി അള്ളാഹു അവർക്കും കൊടുക്കും. എങ്ങനെ? നിയ്യത്ത് നന്നാക്കിയിട്ടാ. ഉസ്മാൻ റളിയല്ലാഹു ബദറിൽ പോയിട്ടുണ്ടോ? ബദരീങ്ങളിൽ ഉണ്ടെന്നില്ലേ നമ്മള്? ഉസ്മാൻ റളിയല്ലാഹു ബദറിൽ പോയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പത്നിക്ക്, ഭാര്യക്ക് സുഖമില്ലാതെ മഹാനവറുകൾ മദീനത്തായിരുന്നു. ബദർ കഴിഞ്ഞു വരുമ്പോ ആ ഭാര്യ വഫാത്തായി. അവരെ ഖബറടക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നത്. പക്ഷേ ബദരീങ്ങൾ എണ്ണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ എണ്ണുന്നില്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട്. അവര് നിയ്യത്ത് നന്നാക്കിയപ്പോൾ ആ വലിയ സ്ഥാനം, ചെറിയ സ്ഥാനം എന്നുള്ളത്, അസ്ഹാബുൽ ബദറിൽ അവർക്ക് സീറ്റ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് സംഗതി ചെയ്യുന്നുണ്ടോ, ഇല്ലാ കാനൂ മഅകും. മദീനക്കാരായ മഹാന്മാർ നിങ്ങളോടൊപ്പമുണ്ട്. അവരറിയില്ല നമ്മൾ ഇതിനാ വന്ന്, യുദ്ധത്തിന് വന്നതല്ലല്ലോ, പുറപ്പെട്ടല്ലോ, പിന്നെ അങ്ങനെ ആയി മാറിയതല്ല. അള്ളാഹുവിന്റെ കഥ അങ്ങനല്ലേ വന്നത്. പക്ഷെ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കൂല, അവർ ഓടി വരും. അവരാഗ്രഹിക്കുന്നുണ്ട്, എവിടുക്കാ നമ്മൾ പോയതെന്ന് എന്നും അന്വേഷിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം തന്നെ ആകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ആ സ്ഥാനം അങ്ങോട്ട് കൊടുത്തു. ബദരീങ്ങളുടെ മഹത്വം കൊടുത്തു. നമ്മൾ നിയ്യത്ത് നന്നാക്കണം.
ചെറിയ അമലുകളാണെന്ന് കരുതി ഒഴിവാക്കരുത്. ചെറുതിലായിരിക്കും ഒരു പക്ഷേ വലിയ സ്വീകാര്യതയുണ്ടാകുക. ഏത് ചെറുതിനെയും പരിഗണിക്കണം. കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വൽ അസ്രി, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. അത് മറ്റൊരു തഫ്സീറാണ്. വൈകുന്നേര സമയം, സമയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള സമയം വൈകുന്നേര സമയമാണ്. വൈകുന്നേര സമയത്തിന് വലിയ ബറക്കത്തുണ്ട്. വൈകുന്നേര സമയം സഹോദരങ്ങളെ ഉറങ്ങാൻ പറ്റാത്ത നേരമാണ്. അതാ പുസ്തകങ്ങൾ പറയുന്നത്, ഉറങ്ങാൻ പറ്റാത്ത നേരമാണ്. ഉണർന്നിരിക്കേണ്ട നേരമാണ് അസുറിന്റെ നേരം. ഉറങ്ങാൻ പാടില്ല. അസുറിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഞാൻ വിളിച്ചതല്ല കേട്ടോ, തഴവ ഉസ്താദ് വരിയിൽ അങ്ങനെ എഴുതി. നിങ്ങൾ എന്നെ വിമർശിക്കണ്ടാരും. ആ ഉറങ്ങുന്ന ആൾ അങ്ങനെയാണ് വിളിച്ചത്, ഞാൻ എഴുതിയതല്ല. തഴവ ഉസ്താദ് അങ്ങനെ എഴുതിയത്. തഴവ ഉസ്താദിന് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഒരുപാട് മസലകൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്ത മഹാനല്ലേ. അസറിന്റെ ശേഷം ഉറങ്ങുന്നത് ഒരു ബുദ്ധിക്ക് കുറവ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അസറിന്റെ ശേഷം ഉറങ്ങരുത്. വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ഉറങ്ങും. അത് പിന്നെ പരിധിക്കപ്പുറമാണല്ലോ. രോഗികള്, അതുപോലെ തന്നെ കുട്ടികൾ, വലിയ ക്ഷീണമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങും. നമ്മൾ അവർ ഇടങ്ങേറാക്കണ്ട. അതൊരു പതിവായി നിൽക്കരുത്. ഒരു 3 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങനെ ആകരുത്. ഒരു 3 മണിക്ക് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അസ്റാൻ കൊടുക്കുമ്പോഴേക്ക് എഴുന്നേൽക്കണം. പിന്നെ അങ്ങോട്ട് പോകരുത് എന്നർത്ഥം. ക്ഷീണക്കുള്ള ദിവസം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വരും. അസുറിന്റെ നേരം, സത്യം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അസുറിന്റെ നേരമാണ്. എന്താ സഹോദരങ്ങളെ സത്യത്തിനെ അസുറിന്റെ നേരം സംഘടിപ്പിച്ചത്? അസുറിന്റെ നേരത്താരെങ്കിലും ഒരു കള്ള സത്യം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അയാളെ ചരക്ക് വിൽക്കുന്നു അസുറിന്റെ ശേഷം, മഗ്രിബാകുമ്പോഴേക്ക് വിറ്റടിയണം, ജനങ്ങൾ വീട്ടിലേക്ക് പോകും, പിന്നെ അത് ചെലവാകൂല. കള്ള സത്യം ചെയ്ത് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞിട്ടാ വിൽക്കുന്നതെങ്കിൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു അവനോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കൂല. വലഹും അദാബ്, അവന് ശിക്ഷയുണ്ട്. അസ്റിന്റെ ശേഷം അങ്ങനെ ഒരു കള്ള സത്യം ചെയ്യരുത്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും കുടുംബങ്ങൾ സത്യത്തിന് മുന്നോട്ട് വന്നാൽ വിശുദ്ധ ഇസ്ലാം പറയുന്നു വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ നേരത്താണ് സത്യം ചെയ്യേണ്ടത് എന്ന്. അസ്റിന്റെ നേരത്തുള്ള സത്യം കുറച്ച് ഗൗരവമുള്ള സത്യമാണ്. അസ്റിന്റെ നേരത്താണ് സത്യം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സമയം. 2 ടീമുകളും വന്നിട്ട് സത്യവാചകം ചൊല്ലുന്നതിന്റെ മുമ്പ് ഖതീബ് അവർകൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നേരം അസ്റിന്റെ നേരമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്, പറയാൻ പോകുന്ന കാര്യം നല്ലോണം ശ്രദ്ധിച്ച് പറയണം. പേടിയുള്ള ആളുകൾ നമ്മൾ കുടുങ്ങണ്ടാന്ന് കരുതിയിട്ട് ചിലപ്പോ നല്ല സമവായം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകും. സത്യം ചെയ്യാൻ മുന്നോട്ട് വരില്ല. ആ നേരം വളരെ ബഹുമാനമുള്ള നേരമാണ്. അസ്റിന്റെ നേരം നല്ല നടക്കാൻ നല്ല സുന്നത്തുള്ള നേരമാണ്. അസ്റിന്റെ ശേഷം അങ്ങനെ നടന്ന് നീങ്ങുന്നത്, നടക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് നടങ്ങുന്നത്, ആ നടത്തത്തിൽ പ്രത്യേകം ദിക്ർ ചൊല്ലുന്നത്, ആ നടത്തത്തിൽ കൂട്ടുകാരാരെങ്കിലും കൂട്ടുന്നത്, അതൊക്കെ നല്ലതാണ്. കാണാൻ പറ്റാത്തത് കാണരുത്. അസ്റിന്റെ ശേഷമാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ വീടും ഒന്ന് കയറിയിറങ്ങും എല്ലാ ദിവസവും. അസ്റിന്റെ ശേഷം 9 വീടുകളൊന്ന് കയറി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും കുറച്ചേരൊക്കെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് 9 വീടുകളൊന്ന് കറങ്ങും. എല്ലാ ദിവസവും അസ്റിന്റെ ശേഷം പതിവാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അങ്ങാടിയിലേക്ക് പോയി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കും. അതൊരു പതിവാണ്. പിന്നെ മഗ്രിബാകുമ്പോഴേക്ക് വീണ്ടും പള്ളിയിലേക്ക് വരും. അപ്പൊ അസ്റിന് പൊതുവെ ആളുകൾ അന്യോന്യം കൂടുന്ന, സംസാരിക്കുന്ന, പരിചയപ്പെടുന്ന, ബന്ധം പുതുക്കുന്ന ഒരു നേരമാണ്. നല്ല നേരമാണ് അസ്റിന്റെ നേരം, നല്ലതിന് പറ്റുന്ന നേരമാണ്. വൽ അസ്രി, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞതിന്റെ പിന്നിൽ അങ്ങനെ ഒരു തത്വം കൂടിയുണ്ട്. ഫർള് നിസ്കാരങ്ങളിൽ മഹത്വമേറിയ 2 നിസ്കാരവും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്രി വൽ അസ്രി, ഫജ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. മറ്റു 3 നിസ്കാരങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത സ്വലാത്തുൽ ഫജ്റിനും സ്വലാത്തുൽ അസ്റിനുമുണ്ട്.
എന്താണ് അസ്ർ നിസ്കാരത്തിന് ഇത്ര വലിയ പ്രത്യേകത? സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം ബഹുമാനമുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ർ നിസ്കാരത്തിന്റെ സമയം ഖന്തഖിൽ വെച്ചുകൊണ്ട് അതേ മുശ്രിക്കുകളോടും സഖ്യകക്ഷികളും കൂടിയിട്ട് ചർച്ചയും മറ്റുമൊക്കെയായിട്ട് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ, ജൂതന്മാരും മുശ്രിക്കുകളും സഖ്യം ചെയ്തിട്ടുള്ളൊരു സമരമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അവര് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തുനിന്ന് തെറ്റിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ദുആ ചെയ്തു. കല്ലെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, രക്തം ഒലിപ്പിച്ചവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചവർക്കെതിരെ ദ്വാരുന്നിട്ടില്ല. അതേ സമയത്ത് അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീക്കിയപ്പോ തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂനാ അനിസ് സ്വലാത്തിൽ വുസ്താ. ഖുർആൻ സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം ബഹുമാനം നൽകിയ നിസ്കാരം അസ്ർ നിസ്കാരമാണ്. പ്രത്യേകം സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഹാഫിളൂ അലസ് സ്വലവാതി വസ്വലാത്തിൽ വുസ്താ. എല്ലാ നിസ്കാരങ്ങളും പതിവായി നിർവഹിക്കണം. ഒന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു, വസ്വലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരം പ്രത്യേകം. അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ബലപ്പെടുത്തിയ അഭിപ്രായമാണ്. മഹാന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ അഖറബു അന്നഹു ഹുവൽ അസ്റു. സ്വലാത്തുൽ വുസ്താ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ർ നിസ്കാരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. മുശ്രിക്കുകളുടെയും ജൂതന്മാരുടെയും അവരുടെ കുടികളും അവരുടെ വീടുകളും അവരുടെ കുടിമാടങ്ങളും നരകം കൊണ്ട് തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. സ്വലാത്തുൽ വുസ്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ. അസ്ർ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ്. സഹോദരങ്ങളെ, ഖളാ ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആയാൽ വലിയ നഷ്ടം സംഭവിക്കും. മൻ തറക സ്വലാത്തൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു. ബറക്കത്ത് കുറഞ്ഞു. പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയൊക്കെ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്റും നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക? പിന്നെ അതിന്റെ ആരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും. ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്ന് മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ്. 5നും എത്താൻ കഴിയില്ലെങ്കിൽ സുബൈക്കും അസുറിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം? എന്തേ അത് രണ്ടും എണ്ണി പറയാൻ കാരണം? ഖുർആനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു 3 വക്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും ഇല്ലാത്ത പ്രത്യേകത അസുറിനുണ്ട്, ഫജ്റിനും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, ഈ 2 നിസ്കാരത്തിനും 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്, പകൽ സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. 2 മലക്കുകളും ഒരുമിച്ച് കൂടുന്ന 2 വഖത്ത്
അത് അസുറും ഫജറുമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവര് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നമ്മെപ്പറ്റി ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? അതൈനാഹും വഹും യുസല്ലൂന വറജഅനാഹും റജഅനാ അൻഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാണ്. ഇപ്പൊ അസ്റിനൊരു കൂട്ടം മലക്കുകൾ വന്നു. ഇന്നലെ സുബഹിക്ക് വന്ന മലക്കുകള് സുബഹിക്കുണ്ട്, അതുപോലെ തന്നെ ളുഹ്റിനുമുണ്ട്. അസ്റും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് അവര് പോകും. അവര് അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അസ്റിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു. 2 മലക്കുകൾ അസ്റിന്റെ ജമാഅത്തിലുണ്ട്. അസ്റിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട്. അവര് മഗ്രിബിലുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇശാഇനുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇനി ഒരു പുതിയ കൂട്ടം രാത്രിയിൽ വരുന്നത് സുബഹിക്കാണ്. അപ്പൊ അസ്റിന് വന്ന ആളുകൾ സുബഹിന്റെ ജമാഅത്തും കഴിഞ്ഞവര് പോകും. ഇങ്ങനെ 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന 2 ജമാഅത്ത്. അതൊന്ന് സുബഹിയാണ്, മറ്റൊന്ന് അസ്റാണ്. വലിയ മഹത്വമുള്ള 2 നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ. ആ നിലക്കും അസ്ർ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ വന്നു ചേരാൻ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത് കാരണമാണ്. ബറക്കത്ത് നഷ്ടപ്പെടാനും അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടാനും കാരണമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ഈ വിഷയം വിശദീകരിച്ചിടത്ത് അല്ലാമ ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം തഫ്സീറിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു പെണ്ണുണ്ട് മദീന തെരുവിലൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നു. ആരെയാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കാൻ. ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണങ്ങനെ ചോദിച്ച് നടക്കുന്നു, എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ. ചോദിക്കുന്ന പെണ്ണ് തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, പെണ്ണേ നീ എന്നെയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപക്കറകളുള്ളൊരു പെണ്ണാണ്, എനിക്ക് എന്താണ് ശിക്ഷ എന്നത് തങ്ങൾ പറഞ്ഞു തരണം. എന്താ പെണ്ണെ നീ ചെയ്തത്? എന്റെ ഭർത്താവ് ജോലിക്ക് പോയി, ആ പോയ ചാൻസ് നോക്കിയിട്ട് ഞാൻ മറ്റൊരാളുമായി അവിഹിത വീഴ്ച നടത്തി. എന്നിട്ടോ അതിലെനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന സുർക്ക ടിന്നുണ്ടായിരുന്നു. മുഴുവനും അതിൽ സുർക്കയാണ്. ആ സുർക്ക ടിന്നിൽ മുക്കിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഈ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. ഒരുപാട് തെറ്റിന്റെ പരമ്പരയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിവിധി തരണം നബിയേ. ആ പെണ്ണ് പശ്ചാത്താപ ബോധത്തോടെ വന്നിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അമ്മസിനാ ഫഅലൈകി റജം, നീ വേശ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് ശിക്ഷ. കാരണം നീ വിവാഹിതയാണ്. അമ്മാ ഖത്ലുൽ വലദ്, കുട്ടിയെ കൊന്നു കളഞ്ഞില്ലേ, ഫജസാഉഹു ജഹന്നം, അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടുന്നത് അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിൽ ജഹന്നമാണ്. വഅമ്മാ ബൈഉൽ ഖല്ലി ഫഖദ് ഇർതകബതി കബീറാ, സുർക്ക വിൽക്കാൻ പാടില്ലായിരുന്നു, നജസായ സുർക്ക, നീ അത് വിറ്റതൊരു വൻകുറ്റമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാകിൻ ലനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണേ ഈ വ്യഭിചാരവും ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതും ഈ ഹറാമായ നിലക്കുള്ള വിൽപ്പന നടത്തിയതും ഇതൊക്കെ നിന്നിൽ വരാനുള്ള കാരണം ഞാൻ നിന്നെ പറ്റി മനസ്സിലാക്കുന്നത് നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണാണ്. അസ്ർ നിസ്കാരത്തിന്റെ ഒരു കുറവ് കൊണ്ട് ചാബല്യങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് വന്നു ചേർന്നു. അതൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന്റെ കുറവ് കൊണ്ട് അനാവശ്യങ്ങളുടെ കൂമ്പാരങ്ങളാ വന്നത്. ആ പെണ്ണിന്റെ ജീവിതത്തിൽ എത്ര ശിക്ഷയാ വന്നിരിക്കുന്നത്. കാരണം ഒന്നാണ്, അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്, ഒരു കാരണവശാലും അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്. അസ്ർ നിസ്കാരം വലിയ മഹത്തുള്ള നിസ്കാരമാണ്. അസ്ർ നിസ്കാരം പോയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറയുമ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക്, നിങ്ങൾ നോക്കുക, അവരൊക്കെ ആ നിസ്കാരമായിട്ടുള്ള അവരാ ബന്ധം.
അസ്ർ നിസ്കാരത്തിന്റെ ഒരു ജമാഅത്ത് പോയതിനാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു തോട്ടം സ്വതക്ക് കൊടുത്തത്. എത്രയാണ് ആ ജമാഅത്തിന്റെ മഹത്വം എന്നറിയോ? നമുക്ക് നമ്മളെ സ്വത്താ വലുത്. 10 റുപ്യ ചുറ്റിക്കൂട്ടിയാൽ ഒന്നിനുമില്ലാത്ത ഒരു തല, ഒരു കണ്ണട വെച്ചുള്ള ഒരു തല, അതാ നമുക്ക് വലുത്. അസ്ർ നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന ഉമർ റളിയല്ലാഹുവിന്റെ തോട്ടത്തിലൊന്ന് കയറി, ഒന്നിങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ ആ നോട്ടം കുറച്ച് നീണ്ടുപോയി. പുറത്തിറങ്ങുമ്പോഴേക്ക് മദീന പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞു. സങ്കടം തീർത്താ തീരണ്ടേ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ. ഈ തോട്ടം സദഖത്തുൻ അലാ മസാക്കീനിൽ മദീന, സംഭാവന കൊടുത്തു. തോട്ടം വേണ്ടാറ്, എന്റെ അസറിന്റെ ജമാഅത്ത് പോയ തോട്ടം എനിക്ക് വേണ്ട, അത് മദീനയിലെ മിസ്കിന്മാർക്ക് സംഭാവന കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഖൈബറിൽ പോയി മുറഹിബായിട്ട് പോരാട്ടം നടത്തിയിട്ട്, മുറഹിബായിട്ട് അതുവരെ ജയിച്ചൊരൊറ്റ കുട്ടിയില്ല. യഹൂദിയായ മുറഹിബ് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടന്നെ മുറഹിബ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു എന്നാ. കാരണം മുറഹിബും അലി റളിയല്ലാഹു അൻഹു നിന്നാല് മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ അത്ര ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഒരു കുറിയ ആളാ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു ആജാനുബാഹുവാണ്. മുറഹിബ് ഇങ്ങനെ വാഹനത്തിന്റെ മേലെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടനെ ചിരിച്ചു. ഇതാ പോരാടാൻ വരുന്നത്. അലി റളിയല്ലാഹു അൻഹു ആരാ പതാക കൊടുത്ത് പറഞ്ഞയച്ചത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പതാക കൊടുക്കുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിന് വേണ്ടി അന്നത്തെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരുന്നവരാ സ്വഹാബ. ഇശാഇന്റെ ശേഷം തങ്ങൾ പറഞ്ഞു, പതാക പിടിച്ചുകൊണ്ട്, ഇന്നി ലഉതി ഹാദിഹി റായത ഗദൻ, ഈ പതാക നാളെ ഞാൻ കൊടുക്കും. റജുലൻ, ഒരാൾക്ക് ഞാൻ കൊടുക്കും. യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന, രണ്ട് ഭാഗത്തും മഹബ്ബത്തിന്റെ തലങ്ങളുള്ള ഒരു മഹാന് ഞാൻ ഈ പതാക കൊടുക്കും. വയഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ നല്ല വിജയവും അല്ലാഹു നാളെ കൊടുക്കും. ആർക്കാണ് എന്ന് പറഞ്ഞില്ല. ഇശാഇന്റെ ശേഷം തങ്ങൾ സ്വഹാബത്തിനോട് ഈ വിവരം പറഞ്ഞു. അന്ന് സ്വഹാബത്ത് ചർച്ചയിലാണ്, ആരായിരിക്കും. സുബ്ഹി വരെ അവർക്ക് ഉറക്കം വന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തങ്ങൾ വിരി ഇങ്ങനെ നീക്കിയിട്ട് ചോദിച്ചു. വിരി നീക്കിയപ്പോ ഹദീസിൽ കാണാം, വലുപ്പമില്ലാത്ത സ്വഹാബിമാര് വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചിട്ട് തല പൊക്കി കാണിക്കുന്നു. ഒരാളെ വിളിക്കുള്ളൂ, ആ ഒരാള് ഞാനാകണം എന്നുള്ള താല്പര്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെയല്ലേ? നറുക്കൊരാക്കൽ ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാരും വന്നു കൂടൂലേ? ഞാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാരും വരും. ആ ജ്വല്ലറിന്റെ ഉദ്ഘാടനത്തിന് ആരെല്ലാം നറുക്ക് വാങ്ങാൻ എല്ലാരും വരും. അവിടെ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ഒരാൾക്ക്, രണ്ടാക്കും മൂന്നാക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൈസുകൾ ഉണ്ടാവും. ഏറിപ്പോയാൽ മൂന്നാക്കല്ലേ 10 ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. കഴിഞ്ഞില്ലേ? പക്ഷെ വാങ്ങിയ ആൾക്കാർ എത്ര ഉണ്ടാവും? 1000, 1500, 2000, 3000, 4000, 5000 ഒക്കെ ഉണ്ടാവും. എല്ലാവരും തലങ്ങനെ പൊക്കി കാണിക്കുന്നു, ഞാനുണ്ട്. തങ്ങൾ ചോദിച്ചു, അയിന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ചോദ്യം വന്നപ്പോഴേക്ക് എല്ലാരും മുഖം വാടിപ്പോയി. അല്ലാ, ഞങ്ങൾ ആരും വിളിച്ചില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ തങ്ങൾ വിളിച്ചത്. തങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്ഥാനല്ലേ സഹോദരങ്ങളെ, അതിനാണ് അവർ ആഗ്രഹിച്ചത്. ഏത് സ്ഥാനം? റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അതാ കിട്ടേണ്ടത്. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ആളാ. അല്ലാഹുവിനും റസൂലിനും ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ആ മഹബത്തുള്ള ഒരു മഹാനാണ് ഞാൻ ഈ പതാക കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു എവിടെ? 2-3 സ്വഹാബിമാര് പതുക്കെ പറഞ്ഞു, നബിയെ, കണ്ണിന് സുഖമില്ലായിട്ട് വീട്ടിലാണ്, ജമാഅത്തിൽ പോലും വന്നിട്ടില്ല. കണ്ണിന് കണ്ട് ചുവപ്പ് ബാധിച്ചിട്ട് ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും ചുവപ്പ് ബാധിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ തോളിൽ കൈവച്ച് പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. ഒരു കണ്ണ് പതുക്കെ തുറക്കുന്നത് ആ കണ്ണിനും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ചുവപ്പ് ഉള്ള കണ്ണ് തുറക്കാൻ തന്നെ കഴിയുന്നില്ല, വേദനയുണ്ട്, ആ കണ്ണിന് അത്രയും ചുവപ്പുണ്ട്. ആ കണ്ണ് പതുക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പകർന്നു നൽകി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട് പലപ്പോഴും, ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ 2 കണ്ണിനൊന്ന് ചെങ്കണ്ണുണ്ടായിരുന്നെങ്കിൽ. കാരണം തങ്ങൾ ആ ഉമിനീര് പകർന്നെന്ന ആ കണ്ണിന്റെ പ്രസരിപ്പ്, ആ കണ്ണിന്റെ സൗന്ദര്യവും ആ കണ്ണിന്റെ പ്രസരിപ്പും മറ്റേ കണ്ണിന് കിട്ടിയില്ല.
അത്ര ഓജസ്സും തേജസ്സും മറ്റേ കണ്ണിനും കിട്ടുമായിരുന്നു, അതിനും കൂടി ചെങ്ങനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പതാക കയ്യിൽ കൊടുത്തു. ഖൈബറിലേക്കാണ് പുറപ്പെടുന്നത്. ഖൈബറിലെ മുറഹിബ് ജൂതന്മാരിൽ ധീര പോരാളിയാണ്. അന്ന് വരെ മുറഹിബിന്റെ മുന്നിൽ ഒരാളും ജയിച്ച ചരിത്രമില്ല. ആ മുറഹിബിനോടുള്ള പോരാട്ടം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഉച്ചയ്ക്ക് ശേഷം ളുഹ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോരാട്ടം തുടങ്ങിയത്. അസ്റിന്റെ വാങ്ക് കൊടുത്തിട്ട് പോരാട്ടം തുടരുകയാണ്. എന്താണ് അലി നേരം ഇങ്ങനെ വൈകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരം വൈകുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, കുറെ നേരം പരിക്കേൽപ്പിക്കാനാകില്ല. ഒരൊറ്റ നേക്ക് അതിലൂടെ കഥ കഴിക്കാനാണ് ഉന്നം നോക്കുന്നത്. വരുന്നത് മുഴുവനും തടുക്കുന്നു. ഒരൊറ്റ വിട്ടും അലി റളിയല്ലാഹു അൻഹു കൊല്ലാത്ത വിധം എല്ലാം തടുത്തു മാറ്റുന്നു. മുറഹിബിനെ ഒരൊറ്റ അടിക്ക് അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വെട്ടിന് തള്ളിയിട്ടപ്പോൾ സ്വഹാബത്ത് മുഴുവനും സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. കൂടെ നിൽക്കുന്ന ജൂതന്മാര് ഓടിപ്പോയി. അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബറൂ, ഖൈബർ കാലിയായി പോയി. ഒരൊറ്റ ജൂതനെയും കാണാനില്ല. മുറഹിബ് നിലംപരിശായാൽ പിന്നെ ധൈര്യമുള്ള ഒരൊറ്റ കുട്ടിയും ജൂതന്മാരിലില്ല. ഈ അശ്രാന്ത പരിശ്രമം നടത്തിയ അലി റളിയല്ലാഹു അൻഹു ക്ഷീണം മാറട്ടെ എന്ന് കരുതിയിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു വിശ്രമിക്കാൻ. സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തങ്ങള് മടിയിൽ തലവെച്ച് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അസ്റിന്റെ നേരത്ത് സാധാരണ തങ്ങൾ ഉറങ്ങാറില്ല. എന്താണെന്നറിയില്ല, തങ്ങൾ ഉറങ്ങി. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു, അസ്തമാന ഗംഗയിലേക്ക് നോക്കുന്നു. പടച്ചോനെ, എന്റെ അസ്ർ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, എങ്ങനെ വിളിച്ചുണർത്തും? വിളിച്ചുണർത്തുന്നതൊരു സൂഉല്ലദബല്ലേ? തങ്ങൾ എഴുന്നേറ്റാൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നു. ആ മോഹമൊക്കെ മനസ്സിലുണ്ട്. സൂര്യൻ അങ്ങ് അസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹു പൊട്ടിപ്പോയി. കണ്ണീർ കണങ്ങൾ തിരുമുഖത്തേക്ക് ഊറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കരയാണ്. രണ്ട് കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണീരിങ്ങനെ തുടച്ചിട്ട് ചോദിച്ചു, മാ യുബ്കീക യാ അലി, എന്തിനാ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മാ സ്വല്ലൈതുൽ അസ്റ യാ റസൂലല്ലാഹ്, അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയേ, സൂര്യൻ അസ്തമിച്ചല്ലോ. വിഷമാവസ്ഥ സ്വഹാബത്തൊക്കെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക വ ത്വാഅതി റസൂലിക ഫർദുദിശ് ശംസ. അല്ലാഹുവേ, അലിയാർ നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലാകുന്ന എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കണം അല്ലാ. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള സന്തോഷം കാണേണ്ടിയിരുന്നു. അത്ര ഒരു സന്തോഷമുള്ള മുഖം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാ, എന്റെ അസ്ർ എനിക്ക് ലാഭായി കിട്ടിയല്ലോ എന്നുള്ള റാഹത്തില് അലി റളിയല്ലാഹു അൻഹു അസ്റങ്ങ് നിസ്കരിച്ചു. വിഷമാവസ്ഥകളൊക്കെ മാറി. അസ്റങ്ങോട് പോയപ്പോ അവര് വിതുമ്പിയത്, സഹോദരങ്ങളെ, അവരും ആ അസ്റുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ മഹത്വത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിന്, ആത്മീയ പുരോഗതിക്ക് വലിയ നിമിത്തമാകുന്നൊരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഒരിക്കലും ആ അസ്ർ നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. അതിന്റെ അവ്വൽ ടൈമിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരം ഒരിക്കലും തങ്ങൾ വൈകിക്കാറില്ല. അസ്ർ വാങ്ങ് കൊടുത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഉടനെ അസ്ർ നിസ്കാരം നിർവഹിക്കും. അതുകൊണ്ട് അസ്ർ നിസ്കാരം അത്രയും വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വൽ അസ്രി എന്ന ആ അസ്ർ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് മഹാന്മാർ പഠിപ്പിക്കുന്ന പഠനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. വൽ അസ്രി, സമയത്തിന്റെ മൂല്യം പരിഗണിക്കണം. നീട്ടി പറയേണ്ട ഒന്നാണ്, ചുരുക്കി പറയട്ടെ. സമയത്തിന്റെ മൂല്യം
അത് പരിഗണിക്കാനാണ് അല്ലാഹു തആല സമയത്ത് സത്യം ചെയ്തു പറഞ്ഞത്. എപ്പോഴും സമയം നമുക്ക് ലാഭമാകണം, സമയമൊന്നും നഷ്ടമാകരുത്. വെറുതെ ഇരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ അത് ദുനിയാവുക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടണം. അമൂല്യമായ ഒന്നാണ്. പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നല്ലേ സമയം. കഴിഞ്ഞില്ലേ, കഴിഞ്ഞ ടൈമുകളൊക്കെ കഴിഞ്ഞില്ലേ. പക്ഷെ അത് ലാഭാകണം, നമ്മുടെ അക്കൗണ്ടിൽ നഷ്ടാകാൻ പാടില്ല. ഉറക്കം വരാത്ത ഒരു സമയം പോലും മഹാന്മാർക്ക് ലാഭമായിരുന്നു. കാവലിരിക്കുന്ന ഒരു സമയം പോലും അവർക്ക് ലാഭമായിരുന്നു. കാവലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബത്തിനും വേണ്ടി കാവലിരിക്കുന്ന വാച്ച്മാനായിട്ട് വാച്ച് ചെയ്തിരിക്കുന്ന സമയം പോലും അവർക്ക് ആഖിറത്തിലേക്ക് മുതലായിരുന്നു. തോട്ടം കാക്കാൻ വേണ്ടി കാവൽ നിന്നിരുന്ന സ്വഹാബത്തുണ്ട്, ലാഭമായിരുന്നു. ആടിനെ മേയ്ക്കാൻ പോയിരുന്ന സ്വഹാബത്തുണ്ട്, ലാഭമാണ്. പഠിച്ച ഖുർആന്റെ വചനങ്ങൾ ആവർത്തിച്ച് ഓതുന്നു. കുട്ടിക്കാലത്ത് ആട്ടിടയന്മാരുടെ കൂടെ 4 വർഷക്കാലം സഞ്ചരിച്ച ആളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ബദുക്കള് കാട്ടിലേക്ക് പോകുമ്പോ, മലയിലേക്കും കുന്നിലേക്കും പോകുമ്പോ പിന്നാലെ പോകും. അവരിൽ നിന്ന് കിട്ടുന്ന പദ്യങ്ങളൊക്കെ പഠിക്കും. 10,000 കവിത ഹിഫ്ളാക്കി കളഞ്ഞു. ഒരു സമയവും നഷ്ടമില്ല. സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കിയവൻ ജീവിതത്തിന്റെ മൂല്യം മുഴുവനും മനസ്സിലാക്കിയവനാണ്. അവനൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഓരോ സമയവും മഹാനവറുകൾക്ക് തർത്തീബുണ്ടായിരുന്നു. രാത്രിയും ക്രമീകരണമാണ്, പകലിലും ക്രമീകരണമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ ശിഷ്യന്മാരൊക്കെ അതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമായിരുന്നു. രാവിലെ സുബ്ഹിന്റെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ജീവിതം എന്തൊരു ഹരമാണ്. ഉച്ച സമയം വരെ മഹാനവർകൾ ദർസിലാണ്, കിതാബ് ഓതിക്കൊടുക്കുന്നു. 10-12 വിഷയങ്ങൾ. ഉച്ച കഴിഞ്ഞ് ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ കൃഷിയിടത്തിലാണ്. അസ്റിന് വീണ്ടും പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങി, വീട്ടിലേക്ക് വേണ്ട സാമഗ്രികളൊക്കെ വാങ്ങി വീണ്ടും മഗ്രിബിന് പള്ളിയിലെത്തി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് അല്പം കൂടി നേരം കിതാബിന്റെ ചർച്ചയിലും അതുപോലെ തന്നെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലും പഠനങ്ങളിലും മറ്റുമൊക്കെയായി ഒരു ടൈം കഴിയുന്നു. രാത്രിയിലെ ആദ്യത്തെ 1/3 ഭാഗം, രണ്ടാമത്തെ 1/3 ഭാഗം ഉറക്കിനാണ്. 3-ാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം സുബ്ഹിന്റെ മുമ്പുള്ള സമയം കൂടി പരിഗണിച്ച് തഹജ്ജുദിനും പ്രാർത്ഥനക്കും ഖുർആനോത്തിനുമാണ്. ശിഷ്യന്മാര് ആ ജീവിതത്തിന്റെ ടൈം ടേബിൾ കണ്ടിട്ട് അത്ഭുതപ്പെടുമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, എന്റെ ഉസ്താദ് ജീവിക്കും പോലെയുള്ള ജീവിതം കിട്ടണം. എന്റെ ഉസ്താദിന്റെ സമയത്തിൽ ഒരൊറ്റ സമയവും വെറുതെ എന്ന് പറയാനില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വെറുതെ ഇരിക്കുന്ന ആളോട് എനിക്ക് വെറുപ്പാണ്, വെറുതെ ഇരിക്കാൻ പാടില്ല. എന്താ അങ്ങനെ? ചില ആൾക്കാരോട് ചോദിച്ചാൽ അങ്ങനെ പറയണം. എന്താ? ഒന്നുമില്ല, വെറുതെ. വെറുതെ പറഞ്ഞാൽ ചിലപ്പോൾ വണ്ടിന്റെ ഒക്കെ എണ്ണാണ്. വണ്ടിയൊക്കെ KL ആണോ MH ആണോ PY ആണോ ഒക്കെ എണ്ണാണ്. മഹാരാഷ്ട്രന്റെ ആണോ, ഡൽഹിയിൽ നിന്ന് വന്നാണോ, കൊച്ചിയിൽ നിന്ന് വന്നാണോ, തെലുങ്കാനയിൽ നിന്ന് വന്നാണോ ഒക്കെ എണ്ണി കുത്തിരിക്കാണ്. ഒരു ഫായിദയില്ല. വെറുതെ വെറുതെ എന്ന് പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം, ഒന്നെങ്കിൽ ദുനിയാവിന് അല്ലെങ്കിൽ ആഖിറത്തിന്. പഴമക്കാരായ ആൾക്കാരെടുത്തു നോക്ക് നിങ്ങൾ. വീടുകളിലൊക്കെ ഉണ്ടാകും വല്യമ്മമാര്. അസറിന് ശേഷം ഒരു പണിയില്ലെങ്കിലും നമ്മളൊക്കെ വിചാരിക്കും പുറത്തിറങ്ങേണ്ട പടച്ചോനെ, വയസ്സ് 90 ഒന്നെങ്ങാനും വീണാ എല്ല് പിന്നെ ശരിയായി കിട്ടൂല. എന്നാലും അവർക്കൊരു താല്പര്യം, വെറുതെ ഇരിക്കാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടണം. ഈ 90-ാമത്തെ വയസ്സിലും വിത്ത് കുഴിച്ചിടാ. അതേ വിത്ത് കുഴിച്ചിടാണ്. ആർക്കുപകാരം? ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുമല്ലോ. ആർക്കെങ്കിലും ഒന്നുകിൽ നമുക്ക് തന്നെ ഉപകാരം ഉണ്ടാകും. അതിൽ നിന്ന് മുളച്ചു വരുന്ന കായ്ക്കനികൾ എന്തെങ്കിലും ഭക്ഷിക്കുക. അതിനെ പറ്റി തോന്നെ ടൈമില്ലല്ലോ. അല്ലെങ്കിൽ മക്കളോ കുടുംബമോ അയൽക്കാരോ നാട്ടുകാരോ, ഇനി ആരുമില്ലെങ്കിൽ പക്ഷികളെങ്കിലും ഭക്ഷിച്ചു. ഒരു ടൈമും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഉപകാരപ്പെടുത്തണം എല്ലാ ടൈമും. وتصير أوقات المباح بنية مصروفة في الخير وصحب الائتلاف.
നിന്റെ ടൈം മുഴുവനും നല്ലതിലേക്ക് നീ ചെലവഴിക്കണം. ലാ തത്റുഖൻ വഖ്തൻ സുദൻ മുതസാഹില, അലസനായി അശ്രദ്ധനായി ഒരു ടൈമും നീ ഉപേക്ഷിക്കരുത്. പിന്നെ ആവശ്യത്തിന് നിനക്ക് സമയം കിട്ടിയില്ലെന്ന് വരും. സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത് കണ്ടില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സൽക്കരിച്ചു കൊണ്ടുപോയി. രാത്രി ഉസ്താദ് വരുന്നതറിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പെൺകുട്ടികളൊക്കെ ഖിദ്മത്തിൽ മുഴുകി. എന്ത് ഖിദ്മത്ത്? വെള്ളം പാത്രത്തിൽ നിറക്കുന്നു പെൺമക്കളെല്ലാവരും. സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ഉസ്താദാണ് എന്ന് ആ ചരിത്രം പലപ്പോഴും വീട്ടിൽ വന്ന് പറയും. എന്റെ ഉസ്താദിന്റെ രാത്രി കാന യഖ്സിമുൽ ലൈലത സലാസത അജ്സാ, രാത്രി 3 ഭാഗിക്കും എന്റെ ഉസ്താദ്. പകലും അങ്ങനെ തന്നെ നല്ല സൗന്ദര്യമാണ്. ഇതൊക്കെ കേട്ടിട്ട് മക്കള് ഉളു എടുക്കാനുള്ള വെള്ളം പാത്രത്തിൽ ശേഖരിച്ച് റൂമിന്റെ പുറത്തു ഭാഗത്ത് തന്നെ വെക്കുന്നു. അതേ ചവിട്ടാനുള്ള ചെരുപ്പ് മെതിയടി നന്നാക്കി റെഡിയാക്കി ഒരു കുട്ടി കൊണ്ടുവന്നു വെക്കുന്നു. ഓരോരുത്തരും ഓരോ ഖിദ്മത്തെടുക്കുന്നു. രാത്രി സമയത്ത് ഇശാഇന്റെ ശേഷം ഭക്ഷണം കഴിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നു. ആ കുടുംബം ഒരു സാധാരണ കുടുംബമല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മൊത്തം തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വലിയ ബറക്കത്തുള്ള കുടുംബമാണ്. വീട്ടുകാര് മൊത്തം തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വീട്ടുകാരാണോ? ആ വീട്ടിൽ ബറക്കത്തിന്റെ കയ്യും കണക്കും കണക്കാക്കാൻ കഴിയില്ല. അതിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ബറക്കത്ത് അങ്ങനെ നീണ്ടു പോകും സഹോദരങ്ങളെ. തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, പെൺമക്കൾ എഴുന്നേറ്റു, അവിടുത്തെ ഭാര്യ എഴുന്നേറ്റു, എല്ലാവരും മക്കളൊക്കെ എഴുന്നേറ്റു നിസ്കരിച്ചു. പക്ഷേ കുട്ടികൾ ചോദിച്ചു, ഉപ്പാ നിങ്ങളെ ഉസ്താദിനെ പറ്റി പറയാറുണ്ട് ഹലാലാണെന്ന് പൊരുത്തമുള്ള ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ച് ഞാൻ ഇവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നതേയില്ല. തഹജ്ജുദിന് ഉറക്ക ഷർത്തല്ലേ? എന്റെ കണ്ണ് അല്പം പോലും ഒന്ന് മാളിയിട്ടില്ല. പക്ഷേ ഇത്രയും നേരം കിടന്ന കിടത്തത്തില് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന 100 മസ്അലകൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്റെ രാത്രി വെറുതെ ആയിട്ടില്ല. സമയങ്ങളിൽ ഏറ്റവും അമൂല്യമുള്ള സമയം ഏതാണ്? വിജ്ഞാനവുമായി ബന്ധപ്പെടുന്ന സമയമാണ്. നിസ്കാരത്തെക്കാളും മഹത്വം അതിനാണ്. ഹജ്ജിനെക്കാളും മഹത്വം അതിനാണ്. നോമ്പിനെക്കാളും മഹത്വം അതിനാണ്. സർവ്വ ഇബാദത്തിലും മഹത്വം ഏറ്റവും ഉള്ളത് ഇൽമുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്ന സമയം. അത്ര അമൂല്യമായ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല. അതുകൊണ്ടല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, ഏറ്റവും വിലയേറിയ സമയങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും നല്ല കാര്യം വിജ്ഞാനവുമായി വ്യാപൃതരാകലാണ്. അത്ര നല്ലൊരു കാര്യം വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അതിനെ മറികടക്കുന്ന ഒരു ഇബാദത്ത് ലോകത്തില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി കേട്ടിട്ട് മക്കളെ വിളിച്ചിട്ട് റൂമിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, എന്റെ ഉസ്താദിന്റെ ഇന്നത്തെ ഒരു രാത്രി എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഇന്നത്തെ ഒറ്റ രാത്രി എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ മൊത്തം രാത്രിയേക്കാളും എനിക്ക് ആ ഒരു രാത്രി മതിയാകുമായിരുന്നു. എന്റെ ഉസ്താദിന് എന്താ പണിയിറങ്ങള്? 100 മസ്അലയാണ് ഉസ്താദ് ആ കട്ടിലിൽ കിടന്നിട്ട് ഇന്നത്തെ രാത്രി ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന്, ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് മനനം ചെയ്തെടുത്തത്. ചെറിയൊരു സംഗതിയല്ല, ഇതൊരു സംഗതിയാ. ഷാഫി ഇമാം തങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഉറക്കൊഴിക്കുന്നത്, ഇൽമിന്റെ മുത്തുമണികളൊക്കെ പെറുക്കിയെടുക്കാൻ ഗവേഷണം ചെയ്യാനുള്ള ഉറക്കൊഴിക്കുന്നത് അത്ര ത്രില്ലുള്ള ഒരു സംഗതി വേറെയില്ല. സഹരീലി തൻഖീഹിൽ ഉലൂമി അലദ്ദുലി മിൻ വസ്ലി ഗാനിയത്തിൻ വത്വീബി അനാഖി. വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ ഗവേഷണം ചെയ്ത് പെറുക്കിയെടുക്കുന്നതിന് ഉറക്കമൊഴിക്കുന്നത്
വീണമീട്ടുന്ന പെണ്ണിന്റെ കൂടെ സല്ലപിക്കുന്നതിനേക്കാളും എനിക്ക് ആനന്ദമാണ്. നല്ല ഗാനഗന്ധർവൻ വന്നിട്ട് എന്റെ മനസ്സും എന്റെ ശരീരവും കുളിരണിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ആനന്ദം വിജ്ഞാനത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒറ്റ രാത്രി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലാതെ കൊതിച്ചുപോയി. ഷാഫി ഇമാം തങ്ങൾക്ക് ശരീരത്തെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ട് പാടാൻ അറിയാഞ്ഞിട്ടാണോ? അറിയാം, നിമിഷക്കവിയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. പക്ഷേ ആ അമൂല്യമായ സമയം ചെലവഴിച്ചത് ഞാനും നിങ്ങളും നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ വിശാലമായ വിശദീകരണങ്ങൾ, മസ്അലകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, സമയത്തിന്റെ വില പരിഗണിച്ചുകൊണ്ട് ഓരോ സമയവും അതിനോടനുബന്ധിച്ച് അതിന്റെ രൂപത്തിൽ തന്നെ ചെലവഴിക്കണം. സമയത്തിന്റെ വില അറിയാത്ത, സമയത്തെ മാനിക്കാത്ത ഹതഭാഗ്യരായി നമ്മൾ മാറരുത്. നമ്മുടെ സമയം ലാഭകരമാകണം. ദുനിയാവിൽ ഇഷ്ടം പോലെ സമയം കിട്ടിയിട്ട്, സമയം ചെയ്യാനുള്ള സമയങ്ങളൊക്കെ കിട്ടിയിട്ട്, ആഖിറത്തിലെത്തുമ്പോ സമയങ്ങൾ മുതലാക്കിയ ആളുകളെ അമലിന്റെ കൂമ്പാരവുമായി മുന്നിൽ കാണുമ്പോ അവിടെ ഹതഭാഗ്യര് വിലപിക്കുന്നൊരു വിലാപമുണ്ട്. നമ്മളത് പറയുന്നവരാകരുത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, പരലോകത്ത് പറയുന്നൊരു വിലാപമാണത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. യഥാർത്ഥ ജീവിതം ഇതാണല്ലോ. ഈ ജീവിതത്തിന് വേണ്ടി ഒരുപാട് സമ്പാദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹു തആല ഇത്ര ആയുസ് തന്നു. എന്റെ നാട്ടിൽ അത്ര ആയുസ്സിൽ ജീവിക്കാത്ത ഒരാളാണ് അയാള്. അദ്ദേഹം ഒരു മുസ്ലിയാരാണ്. എത്രയാ പടച്ചോനെ ചെയ്തത്, എത്ര അമലാ ചെയ്തത്, എത്ര നിസ്കാരാ നിർവഹിച്ചത്, കുടുംബങ്ങളെ പോറ്റിയത് എത്ര സന്തോഷത്തിലാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്തത് ഏത് രൂപത്തിലാണ്, ഒരു സമയവും പായ്വേലയായിട്ടില്ലല്ലോ എന്ന് കൈകടിച്ചുകൊണ്ട് പറയുന്നൊരു വിലാപമുണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത വിലാപമാണ്. അങ്ങനെ വിലപിക്കുന്നവരാകരുത് നമ്മള്. മുതലാക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആയുഷ്കാലം നമ്മുടെ സമയം ആ സമയത്തിന് വില കൽപ്പിക്കണം. ഓരോ സമയവും നമുക്ക് ലാഭകരമാകണം. ഒന്നും വെറുതെയായി പോകാൻ പാടില്ല. വെറുതെ നിങ്ങൾ ഇരിക്കുന്ന നേരാണോ? നല്ല ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരണം. അല്ലാഹു തആലാന്റെ ഭൂമിയെപ്പറ്റി, ആകാശത്തെപ്പറ്റി, അല്ലാഹു തന്ന നിഅമത്തുകൾ ഇങ്ങനെ ഓരോന്നും ഓർത്തോർത്തോ ചിന്തിക്കുക. ശുക്ർ കുറവായതിന്റെ പേരിൽ ആലോചിച്ച് കരയാ. രണ്ട് കണ്ണും ചിമ്മിയിട്ട് കരയാ. പടച്ചോനെ, എനിക്ക് നീ തന്നത്, എന്റെ ബാപ്പക്ക് നീ കൊടുത്തത്. എന്റെ ബാപ്പ AC-യിൽ കിടന്നിട്ടില്ല, എന്റെ ബാപ്പ ഇതുപോലൊരു ഫാൻ ഉപയോഗിച്ചിട്ടില്ല, 40,000-ന്റെ ഈ ബെഡൊന്നും എന്റെ ബാപ്പ കണ്ടിട്ടില്ല, എന്റെ വീട്ടിലെ ഈ സൗകര്യങ്ങളൊന്നും ബാപ്പ സുഖിച്ചിട്ടില്ല. പക്ഷേ ബാപ്പ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഓതിയ ഖുർആനിന്റെ ഖത്മിന്റെ ഖനം എനിക്കില്ലല്ലോ അല്ലാ. ബാപ്പ റമദാനിൽ ഈത്തിക്കാഫിരുന്നത്, റമദാനിൽ സ്വതക്ക കൊടുത്തത്, റമദാനിൽ നിസ്കരിച്ചത്, സാധുക്കളെ സംരക്ഷിച്ചത്, ദീനിന് സേവനം ചെയ്തത്, ഞാൻ അതിൻ്റെ എവിടെ എത്തിയിട്ടില്ലല്ലോ. എത്രയാ പടച്ചോനെ നീ എനിക്ക് തന്നത്? നീ എനിക്ക് തന്നതിന് വല്ല കയ്യും കണക്കുണ്ടോ? സ്വർഗത്തിലല്ലേ അല്ലാഹുവേ ഞാൻ ജീവിക്കുന്നത്. നമ്മളെപ്പോലെ ഒരു കഴിവില്ലാത്ത എത്ര ആള് ഭൂമിയിലുണ്ട്. പക്ഷേ അവരെ ഇബാദത്തൊക്കെ എത്ര വലുതാണ്. അവർക്കൊരു സുന്നത്തും നഷ്ടല്ല, ഒരു രംഗത്തും അവർ കുറവില്ല. നമ്മളെപ്പോലെ സൗകര്യങ്ങളുണ്ടോ? ഇല്ല. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നത് സ്വർഗീയ സമാനമായ രൂപത്തിലാണ്. ചിന്തിക്കാൻ ഏറെയുണ്ട്, ആലോചിക്കാനും പരിഭ്രമിക്കാനും പൊട്ടിക്കരയാനും ഇഷ്ടം പോലെയുണ്ട്. സമയങ്ങൾ ആ വഴിക്ക് ചെലവഴിക്കാം. ദിക്റിലും ഫിക്റിലുമായിട്ട് എന്ന ഹദീസിൽ പറഞ്ഞില്ലേ, എന്റെ മൗനം അതൊരു ഫിക്റാണ്, ഒരു ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്, മൗനമായി നീ ഇരിക്കുന്നത് വെറുതെ ആകരുത്, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണം. നീ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിനക്ക് അനുകൂലാകണം. ദിക്റായിട്ട് ഹൈറായിട്ട് എഴുതപ്പെടുന്ന കാര്യമാകണം നീ സംസാരിക്കുന്നത്. അപ്പൊ ആ സംസാരിക്കുന്നു ലാഭായി, മൗനായിട്ടിരിക്കുന്നു ലാഭായി. ഒരു സമയം നിനക്ക് വേസ്റ്റില്ല. സമയങ്ങളുടെ വില മനസ്സിലാക്കി എല്ലാ സമയത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ, പരിഗണിക്കുന്ന രീതിയിൽ സമയത്തിന്റെ ബഹുമാനം പാലിച്ച് ആഖിറത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭിച്ച ആളുകൾ വരുമ്പോ നഷ്ടത്തിന്റെ കണക്ക് പറയാതെ വിജയിക്കുന്നവരിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരങ്ങളെ, വൽ അസ്രി എന്ന് സത്യം ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതിന്റെ ആശയങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനിയും വിശദീകരിക്കാനും പറയാനുമുണ്ട്. ഈ സത്യസാക്ഷ്യ വചനം മുന്നിൽ വെച്ച് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം, ആരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യം മുന്നിൽ വെച്ച് അള്ളാഹു പഠിപ്പിക്കുന്ന പ്രമേയം എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വിശദീകരിച്ച് നീട്ടുന്നില്ല, സമയം പോലെ ബാക്കി നാളെയും പറയും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യനെ പ്രമേയമാക്കിയാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ നിശ്ചയം, മുഅ്മിനായ മനുഷ്യന് സമാധാനിക്കാൻ ഒരു വകുപ്പുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യന്റെ പരാജയത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിരുന്നുവെങ്കിൽ ആ പരാജയമുള്ള ആളുകൾക്ക് സങ്കടം തീർത്താ തീരുമോ? നിങ്ങൾ നോക്കി, വൻകുറ്റങ്ങളാണ് പരാജയത്തിന്റെ ഒരു കാരണം, ഹറാമുകളാണ് പരാജയത്തിന്റെ മറ്റൊരു കാരണം, നന്ദികെട്ട ജീവിതമാണ് പരാജയത്തിന്റെ മറ്റൊരു കാരണം. ഏതെങ്കിലും ഒന്ന് അള്ളാഹു എണ്ണി പറഞ്ഞിരുന്നുവെങ്കിൽ അതുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് പോകാൻ സമയമായി, അവർക്ക് പിന്നെ വിജയമില്ലല്ലോ. പക്ഷേ അല്ലാഹു തആല നഷ്ടത്തിന്റെ ഒന്നും എണ്ണി പറയാത്തത് കൊണ്ട് മുഅ്മിനായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന സമാധാനം എന്താണെന്നറിയോ? നഷ്ടത്തിന്റെ കണക്ക് ഇഷ്ടം പോലെയുണ്ട്. നീ ഇത് ചിന്തിച്ച് തലപുണ്ണാക്കുന്നതിന് പകരം ഇപ്പുറത്ത് വിജയത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതാണ് നീ പരിഗണിക്കേണ്ടത്. അല്ലാഹു തആല ഒരൊറ്റ എണ്ണവും പറഞ്ഞില്ലല്ലോ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ, മാനവൻ നഷ്ടത്തിലാണ്. അവൻ കളവ് പറയുന്നത് കൊണ്ട് എന്നാ പറഞ്ഞെങ്കിൽ കളവ് പറയുന്നൊക്കെ കഴിഞ്ഞില്ലേ? കളവ് പറയുന്ന ആൾക്കാരൊക്കെ അതോട് തീർന്നില്ലേ? ഇനി അവർക്ക് വിജയമല്ലല്ലോ, പരാജയം തന്നെയല്ലേ ഉള്ളൂ. എല്ലാ കാലത്തും പരാജയം തന്നെ ഉള്ളൂ. പരാജയത്തിന്റെ ഏതെങ്കിലും ഒന്ന് അല്ലാഹു തആല എണ്ണി പറയാത്തത് നമുക്ക് സമാധാനമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു തആല സമാധാനിപ്പിക്കുന്ന ഒരു ശൈലിയാണത്. മാത്രല്ല, നീ ചിന്തിക്കേണ്ടത് പരാജയത്തിന്റെ ഭാഗമല്ല, വിജയത്തിന്റെ ഭാഗമാണ്. പരാജയത്തിന്റെ ഭാഗം എണ്ണിയാൽ ഇഷ്ടം പോലുണ്ട്, കുറച്ചൊന്നല്ല. വിജയത്തിന്റെ ഭാഗങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിച്ചാലും വിജയിക്കാൻ പറ്റും. അതിലേക്കാണ് നിന്റെ ശ്രദ്ധ പോകേണ്ടത്. പരാജയത്തിന്റെ കാര്യങ്ങൾ ഓരോന്നും നോക്കുകയാണെങ്കിൽ ഞാൻ കുടുങ്ങി, ഇനി അപ്പുറം ചിന്തിച്ചിട്ട് കാര്യമില്ല, തൽക്കാലം നിർത്താൻ നല്ലത് എന്ന് തോന്നിപ്പോകും നിനക്ക്. കാരണം പരാജയത്തിന്റെ കാരണങ്ങൾ എണ്ണുമ്പോൾ ഓരോന്നും സ്പർശിച്ചതായിരിക്കും, എപ്പോഴെങ്കിലൊക്കെ തൊട്ടതായിരിക്കും, അല്ലെങ്കിൽ വന്നു ചേർന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടുപോയതായിരിക്കും, പല രൂപത്തിലുണ്ടാവും. അപ്പൊ അതിലേക്ക് ചിന്തിച്ചുകൊണ്ട് നീ തലപുണ്ണാക്കണ്ട. നീ അപ്പുറത്ത് വിജയത്തിന്റെ ലക്ഷണങ്ങൾ, കാര്യങ്ങൾ അത് നീ ഏറ്റെടുത്ത് സ്വീകരിക്കണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മാനവൻ, മനുഷ്യൻ, അവൻ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ചിന്തിച്ചില്ലെങ്കിൽ, താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം മൊത്തത്തിൽ എങ്ങനെയാണ് വരിക? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 കാര്യങ്ങളാണ് മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്. 4 ദിവസം പരത്തി പറയാൻ മാത്രം തഫ്സീറുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയങ്ങളാണ്. വിശ്വസിച്ച ആളുകൾ ഒഴികെ ഒന്നാമത്തെ വിജയത്തിന്റെ കാര്യമായിട്ട് എണ്ണുന്നത്, പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള കാര്യമായി എണ്ണുന്നത് ഈമാനാണ്. ഈമാനില്ലാതെ ജയിക്കാൻ പറ്റുമോ? ഇല്ലേ, ഇല്ല. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ. ഈമാനില്ലാതെ ജയിക്കാൻ കഴിയൂല. താഴെ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈമാനില്ലാതെ ജയിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത പറയുന്ന കാര്യങ്ങൾ എന്താ? സുഹൃതങ്ങളാണ്. സുഹൃതങ്ങൾ ഒരാൾക്ക് നല്ലോണം ഉണ്ട്, ഇഷ്ടം പോലെ സുഹൃതങ്ങളുണ്ട്. ഈമാനില്ല, ജയിക്കാൻ കഴിയൂല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അഅമാലു ബിലാ ഈമാനിൻ അഖീം വൽ ഈമാനു ബിലാ അമലിൻ സഖീം. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. ബാക്കിയുള്ള വിശദീകരണങ്ങളിലേക്ക് നാളെ കിടക്കും. 1, അൽ അഅമാലു ബിലാ ഈമാൻ. ഈമാൻ ഇല്ലാത്ത അമല്. സുഹൃതങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നാട്ടിൽ കണ്ടില്ല നിങ്ങൾ? ഇഷ്ടം പോലെ സുഹൃതങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ? സേവനങ്ങൾ, സാമൂഹ്യ രംഗത്ത്, സാന്ത്വന രംഗത്ത്, ഇതെല്ലാം ഓരോ സേവനം കണ്ടാൽ
പോലും ഞങ്ങൾ പോകൂലെന്നൊക്കെ കരുതും. അത്രയും സുഹൃതങ്ങള്, ജാതി മത ഭേദമന്യേ ഇഷ്ടം പോലെ സുഹൃതം ചെയ്യും. ഈമാൻ ഉണ്ടാകൂല. അഖീമുൻ, അത് മൊരടിയാണ്, മച്ചിയാണ്, ഫലം ഉണ്ടാകൂല, നതീജ ഉണ്ടാകൂല, അതിന് ഫലം ഉണ്ടാകൂല. മുമ്പ് കാലത്തുണ്ടായിരുന്നു അങ്ങനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അമലിന്റെ കൂമ്പാരം കണ്ടിട്ട് നബിയെ, അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന് പറഞ്ഞ ആള് സ്വർഗത്ത് പോകോ, ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബ്നു ജദ്ആൻ പേര് നോക്കണ്ട കേട്ടോ, പേര് പഴയ കാലത്ത് അങ്ങനൊക്കെ ഉണ്ടാവും, പേരങ്ങനൊക്കെ ഉണ്ടാകും. നമുക്ക് ഉസ്മാൻ ഗുരുവരുത്ത് പോലെയാണത്, പേരങ്ങനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ചൊല്ലിപ്പോണ്ട, ആള് മുസ്ലിം അല്ല. അബ്ദുല്ലാഹിബ്നു ജദ്ആൻ രക്ഷപ്പെടോ, എന്താ അയാളെ സുഹൃതം എന്നറിയോ? ഓരോ ദിവസവും ചുരുങ്ങിയത് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കും. 10 ദിവസമായാലും എത്ര ആളായി? 10,000 ആളായി. കൂട്ടി നോക്കി നിങ്ങൾ, എന്താണ് ആ സുഹൃതം? 100 ദിവസമാകുമ്പോ എത്ര ആളായി സഹോദരങ്ങളെ? 1,00,000 ആളായില്ലേ? ഒരു വർഷം അങ്ങോട്ട് വരുമ്പോ, 1 വർഷം 2 വർഷം എന്നല്ലേ ഇയാൾ ഭക്ഷണം കൊടുത്തത്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇമാം നബി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ വിശദീകരണത്തില് വീട്ടിന്റെ മുറ്റത്ത് തന്നെ വലിയൊരു അടുപ്പുണ്ട്, ഒരു ചെമ്പ്. ആ ചെമ്പിലേക്ക് കോണി വെച്ചാണ് കയറാറുള്ളത് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ചെമ്പാണുള്ളത്. അതിൽ നിന്നാണ് ഭക്ഷണം കോരി കൊടുക്കുന്നത്. ചുരുങ്ങിയത് 1000 പേർക്ക് ഒരു ദിവസം. നബി, അയാൾ രക്ഷപ്പെടോ? അയാൾക്ക് ആ സുഹൃതം ഫലിക്കോ? തങ്ങൾ പറഞ്ഞു, ലാ, ഇബ്നു ജദ്ആൻ രക്ഷപ്പെടുകയില്ല. ലിഅന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ. പരലോകത്തയാൾക്ക് വിശ്വാസമില്ല. ഈമാനാ മനുഷ്യനുണ്ടെങ്കിൽ ഈ സുഹൃതങ്ങൾക്ക് എന്തൊരു സൗകുമാര്യത വരും, എന്തൊരു സൗന്ദര്യം വരും സഹോദരങ്ങളെ. 10 പേർക്കൊരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന പോട്ടെ, ഒരൊറ്റാക്ക് ഭക്ഷണം കൊടുത്താൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ. ഇത് ഒരു ദിവസം കൊടുക്കുന്നത് 1000 പേർക്കല്ലേ. 100 ദിവസമാകുമ്പോ ലക്ഷമല്ലേ. എത്ര ലക്ഷങ്ങൾ, എത്ര കോടികളാ മാറി മറിഞ്ഞത്. പക്ഷേ പരലോകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ അമലുകളൊക്കെ വെറുതെയായി പോയി. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്ന പോയിന്റ് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് ശരിക്ക് ശ്രദ്ധിച്ചോളി, അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹുവിന്റെ ഖുർആന് ശരിക്ക് വിശ്വാസമല്ല. പാതി വിശ്വാസമായി, കാൽ വിശ്വാസമായിട്ട് ഇങ്ങനെ പതുക്കങ്ങനെ ഒരു നാമമാത്രം മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ. ആഖിറത്തിൽ ഫലം കിട്ടൂല. പരലോകത്ത് ശരിക്ക് ഫലം കിട്ടണോ? ദുനിയാവിൽ അള്ളാഹു റഹ്മാനായത് കൊണ്ട് ഒരു ഈമാനില്ലെങ്കിലും ഒരു പക്ഷേ തന്നേക്കും. ആഖിറത്തിൽ നിനക്ക് വിജയിക്കണോ? യഥാർത്ഥ വിജയം അതല്ലേ. ആ വിജയം കിട്ടണമെങ്കിൽ ശരിയായ ഈമാന് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നടക്കൂല. നഷ്ടായി പോകൂലേ സഹോദരങ്ങളെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്ക്, സ്വഹാബത്തിന്റെ കൂട്ടത്തില്, ഞാനത് വിശദീകരിച്ചാൽ കുറെ പോകും. സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഹമാമത്തുൽ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഹമാമത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മാടപ്രാവ്. പള്ളിയിലെ മാടപ്രാവ് എന്നാണ് സ്വഹാബത്തൊക്കെ വിളിച്ചിരുന്നത്. എപ്പോ വന്നാലും ആരും പള്ളിയിലെങ്കിലും ഉപ്പരുണ്ടാവും, ആ സ്വഹാബി ഉണ്ടാവും. അങ്ങനെ സ്വഹാബത്തിട്ട പേരാണ് ഹമാമത്തുൽ മസ്ജിദ്. ആരാണതാള്? സാലബ എന്ന പേരുള്ള പഴയകാലത്ത് പള്ളിയിലൊക്കെ നല്ല സജീവമായിട്ട് അമലിലൊക്കെ തിളങ്ങിയിരുന്ന ആളായിരുന്നു സാലബത്ത് ബിനു അബി ഹാത്തിബ്. എന്താ സാലബക്ക് പറ്റിയത്? സാലബ എന്നുള്ള പേര് വേറെ സ്വഹാബിമാരുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വേറെ സ്വഹാബി ഉണ്ട്, കുറെ സ്വഹാബിമാരുണ്ട്. സാലബത്ത് ബിൻ അബീ ബൽതാത്തിന് എന്താ പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, എനിക്ക് സമ്പത്ത് വേണം, തങ്ങൾ അതിന് ദ്വാരക്കണം, സമ്പത്ത് വേണം. അപ്പൊ സാലബന്റെ ഭാവിയും ഭൂതവും വർത്തമാനം ഒക്കെ വായിക്കാൻ അറിയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലബ, ഖലീലുൻ തുഅദ്ദി ശുക്റുഹു ഖൈറും മിൻ കതീരിൻ ലാ തുഅദ്ദാ ശുക്റുഹു. നന്ദി നിർവഹിക്കാൻ കഴിയുന്ന കുറഞ്ഞ സമ്പത്ത് നന്ദിയൊന്നും നിർവഹിക്കാൻ കഴിയാത്ത കൂടുതലുള്ളതിനേക്കാളും നല്ലത് അതല്ലേ. ഉള്ള സമ്പത്ത് നിങ്ങൾക്ക് കുറവാണ്, പക്ഷേ ഇപ്പൊ നല്ല നന്ദി ബോധമുണ്ട്,
നല്ല അനുസരണമുണ്ട്, നന്ദിയൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇനി ധാരാളം കിട്ടിയാൽ ഒരു പക്ഷേ അത് മറന്നുപോകും. അതിനേക്കാളും നല്ലത് ഈ നന്ദിയോടുകൂടുള്ള ജീവിതല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളെന്താണെന്നറിയോ? ഇഷ്ടം പോലെ നിങ്ങളിലേക്ക് വന്നു ചേർന്നാല് പല ഹക്കും നിങ്ങൾ വീട്ടൂല. ഇപ്പൊ നിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയും. എങ്ങനെ കിട്ടിയാൽ നമ്മൾ അതുപോലെ കൊടുക്കും. ഇഷ്ടം പോലെ കിട്ടിയാൽ ഇതുപോലെ ചെയ്യും. കിട്ടിയോക്കണ്ടേ അറിയണമെങ്കിൽ, തന്നോക്കണ്ടേ അറിയണമെങ്കിൽ. അപ്പൊ പിന്നെ കാറു മുതലാളിന്റെ ആര് കണക്ക് കൂട്ടിയിട്ട് പറയും അത്രയൊന്നും കൊടുക്കാനാവൂല, അതൊക്കെ തോനെയാണ്. എന്ത് ചോദ്യം അതൊക്കെ? ഇതൊക്കെ അനീതിയാണ് ചോദിക്കണെന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇതൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയാന്നൊക്കെ പറയും. പിന്നെ പറഞ്ഞ വീമ്പത്തരത്തിനും വലുപ്പത്തിനും കൈയും കണക്കുണ്ടാവില്ല. പിന്നെ ഓന്റെ മനസ്സിൽ പടച്ചോ തന്നെ ഉണ്ടാവില്ല. കിട്ടണവരെ അങ്ങനെ പറയും. അല്ലാ നമുക്ക് എന്താ തരാത്ത? അള്ളാഹു തന്ന എന്താ തരാത്ത അറിയോ? ഉള്ള ഈമാനും പോകണ്ട തരാന്താണ്. ഉള്ള ഈമാനും പോകണ്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് തരാണ്. ഇഷ്ടം പോലെ തന്നാൽ അങ്ങനെ ഉണ്ടാകുക. അത് അല്ലാഹു തആല പറഞ്ഞല്ലോ, വലോ വസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്. എല്ലാവർക്കും ഇഷ്ടം പോലെ അല്ലാഹു തആല അങ്ങ് തന്നാ എന്താ സംഭവിക്കുക? ഭൂമിയിൽ അക്രമം തീർത്താ തീരോ? കുറച്ചുണ്ടായിട്ട് തന്നെ അക്രമം കാണില്ലേ? അക്രമമുള്ള ആൾക്കാർ കാര്യക്കാർ കയ്യൂക്കൂടെ ചെയ്യുന്ന കാണുന്നില്ലേ? കുറച്ചുള്ളവർ തന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കുകയാണെങ്കിൽ തല്ല് തീരോ? നടക്കാൻ കഴിയാലും ഇതില് അനീതി തീരോ സഹോദരങ്ങളെ? നമ്മുടെ നന്മ ഉദ്ദേശിച്ച് അല്ലാഹു തആല ലിമിറ്റ് ആക്കി തരുന്നു. അല്ല അള്ളാന്റെ ഖജനാവിൽ കുറവുണ്ടായിട്ടൊന്നല്ല. അവിടെ ബാലൻസ് ഇത്ര ആയി പോകുന്ന എഴുതിയിട്ടല്ല. അത് തീർത്താ തീരാത്ത ഖജനാവാണ്. നമ്മുടെ ഉള്ള കുറച്ച് കഴിഞ്ഞാൽ കാലിയായി പോകും. അതിന് കാലാവധി ഉണ്ട്. അപ്പൊ നബിതങ്ങളോട് പിന്നെയും വന്നിട്ട് സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോ തങ്ങൾ ദ്വാരം കൊടുത്തു. അല്ലാഹുവേ അല്ലാഹുമ്മർസുഖുഹു മാലൻ, സമ്പത്ത് കൊടുക്കുകയാണ് ദ്വാരം. ആദ്യമൊക്കെ ഉപദേശം കൊടുത്തു, സ്വീകരിച്ചില്ല. ദ്വാരം കൊടുത്തു. പിന്നെയും ദ്വാരക്കണം ദ്വാരം കൊടുത്തു. ആരോ ഒരാടിനെ സംഭാവന കൊടുത്തു. ആ ആട് പ്രസവിക്കാനായ 2 മാസം കഴിഞ്ഞ് പ്രസവിച്ച് 3 കുട്ടികളായി. പിന്നെ അതിന്റെ പാലൊക്കെ വിറ്റ് പിന്നെ കുറച്ച് ആടുകളെ വാങ്ങി. അങ്ങനെ ഒരു കൊല്ലം ആകുമ്പോഴേക്കന്നെ ആടുകൾ ഇങ്ങനെ വികസിച്ച് ഒരു 10-20 ആടുകളായി. ഒരു കൊല്ലമായപ്പോ തന്നെ 10-20 ആടായി. 2 കൊല്ലമായപ്പോ ആടുകൾ 20 കഴിഞ്ഞ് 40 ആടുകളായി. ഇതിൽ നിന്ന് ജനിച്ചതും പാല് വിറ്റ് വാങ്ങിയതൊക്കെ കൂടിയിട്ട് 40 ആടുകളായി. 40 ആടുകളായപ്പോ പിന്നെ സാലബന്റെ വരവ് കുറഞ്ഞു. 5 വക്ത് ജമാഅത്തിനും വന്നിരുന്ന സാലബ ഇശാഇനും അതുപോലെ തന്നെ സുബ്ഹിക്കും മാത്രമായി. ളുഹറില്ല, അസുറില്ല, മഗ്രിബില്ല, ഒന്നുമില്ല. പിറ്റത്തെ കൊല്ലം 40 അധികരിച്ച് 100-ലേറെ ആടുകളായി. രാവിലെ ആടുകളേറ്റുകൊണ്ട് പോകുന്ന സാലബ വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് ഇശാ ഒക്കെ കഴിഞ്ഞു വരും. ഒരൊറ്റ ജമാഅത്തിനും വരില്ല, ജുമുഅക്ക് മാത്രം. 3-ാമത്തെ കൊല്ലം 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആടുകൾ വികസിച്ചു. ഒരു മലഞ്ചേരി ഒന്നാകെ സാലബന്റെ ആട് 150-ലധികം ആടുകളായി. സാലബ ജുമുഅക്ക് വരവും നിർത്തിപ്പോയി. അല്ലാഹു തആല കുറഞ്ഞ സമ്പത്ത് കൊടുത്തപ്പോഴേക്കിന് ഒരു മരത്തിന്റെ 2-3 ഇലകൾ മൊത്തം സ്വർണ്ണമായിട്ടല്ല കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും കഥ? ഇത് ആടുകളാ കൊടുത്തത്. സാലബക്ക് സക്കാത്ത് തരേണ്ട വിഹിതത്തിന്റെ കണക്കൊക്കെ വന്നപ്പോ 2 സ്വഹാബിമാരെ പറഞ്ഞയച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബിമാരോട് സാലബന്റെ മറുപടി എന്താണെന്നറിയോ? വല്ലാഹി മാ ഹാദിഹി ഇല്ലാ ജിസിയ ഔ ഉഖ്തുൽ ജിസിയ. സക്കാത്തോ? ഇത് ടാക്സ് വാങ്ങലാണ്, നികുതിയുടെ പിരിവാണല്ലേ, തരാൻ പറ്റൂല. 150-ലധികം ആടിനെ മേയ്ക്കുന്ന സാമ്പത്തിക രംഗത്തൊരു പരാധീനതയും ഇല്ലാത്ത സാലബ, ഒരു ആട് പോലും ഇല്ലാത്ത കാലത്ത് എന്താ പറഞ്ഞിരുന്നത്? ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകരം അല്ലാഹു തന്നിരുന്നുവെങ്കിൽ ഇഷ്ടം പോലെ ധർമ്മം ചെയ്യുമായിരുന്നു, സ്വാലിഹീങ്ങളിൽ ഒരു സ്ഥാനം പിടിക്കുമായിരുന്നു. ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലം അല്ലാഹു കൊടുത്തപ്പോ ബഖിലൂ ബിഹി, പിശുക്ക് കാണിച്ചു. വതവല്ലവഹും മുഅ്രിദൂൻ, ഉപദേശങ്ങൾ അവഗണിച്ചു പോയി. സക്കാത്തിന് ചോദിച്ചു തന്ന സ്വഹാബത്തിനെ കൊടുക്കാതെ തിരിച്ചു വിട്ടു. സുബ്ഹാനല്ലാഹ്. 200-ലധികം കഴിഞ്ഞിട്ട് ആടുകൾ 300-നോട് അടുത്തെത്തി. 300-ന്റെ അടുത്തെത്തി. ഇസ്ലാമിന്റെ സക്കാത്ത് വളരെ കുറവല്ലേ? 40 ആടുകൾ ഉണ്ടായാലല്ലേ ഒരാടിനെ കൊടുക്കേണ്ടത്? 2-ാമത്തെ ആടിനെ കൊടുക്കണമെങ്കിൽ 120
121 എത്തണ്ടേ? 100-നും ഒരാട് തന്നെയല്ലേ ഉള്ളൂ. 2 ആടിനെ കൊടുക്കാൻ പിശുക്കായ സാലബ കുടുംബക്കാർ സാലബയോട് പറഞ്ഞു, സാലബ നിന്നെ പറ്റി ആയത്ത് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്. മുനാഫിഖീങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ നീ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞിട്ട് നിന്റെ വിശ്വാസത്തിന്റെ കുറവ് അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോ സാലബക്ക് വിഷമം തോന്നി. ജമാഅത്ത് സാലബ കട്ട് ചെയ്തു. ജുമുഅ സാലബ നിർത്തി. 2 ആടുകളെയുമായി മുത്തുനബി തങ്ങൾ അടുത്തേക്ക് സാലബ വരുന്നു. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ട് കൊടുക്കാതെ മടക്കി വിട്ട സാലബന്റെ വിഷയത്തിൽ നിഫാഖ് സൂചിപ്പിച്ചുകൊണ്ട് ഈ അമലുകളൊക്കെ ഉണ്ടായിട്ടുള്ള സാലബക്ക് നിഫാഖ് വന്നുപോയി എന്നുള്ള ഗതികേട് അല്ലാഹു തആല വിവരിച്ചുകൊണ്ട് ആയത്തിറക്കിയപ്പോ മനം നൊന്തുകൊണ്ട് സാലബ ആടുകളുമായി വന്നപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സാലബ നിന്റെ ആടുകളെ വാങ്ങുന്നത് അല്ലാഹു എന്നെ വിലക്കിയിരിക്കുന്നു. നിന്റെ ആടുകൾ എനിക്ക് വേണ്ട. സാലബ മടങ്ങിപ്പോയി. പിറ്റത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സിദ്ദീഖ് തങ്ങൾ അടുത്തേക്ക് സാലബ വന്നു. അന്ന് സാലബക്ക് 500-ലധികം ആടുകളുണ്ട്. ആടുകളുമായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാത്ത സ്വതഖ എനിക്കും വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അത് സ്വീകരിച്ചില്ല. കർമ്മങ്ങളൊക്കെ തകരാറിലായി പോകാൻ കാരണം സഹോദരങ്ങളെ ആ നിഫാഖ് കൊണ്ടല്ലേ. മൊത്തം പോയില്ലേ? നിഫാഖ് ബാധിച്ച് സാലബ പോയില്ലേ? നേരത്തെ പള്ളിയിലെ മാടപ്രാവ് എന്ന് പേര് കിട്ടിയ സാലബക്ക് എല്ലാ നന്മകളും ചോർന്നു പോയത് വിശ്വാസരാഹിത്യം കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് തരുമ്പോ, ജോലി തരുമ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് കുറച്ചൊക്കെ പഴഞ്ചൻ തോന്നിയിട്ട്, കുറച്ചൊക്കെ പഴമ തോന്നിയിട്ട്, അതൊന്നും ഈ കാലത്തെ ന്യൂ ജനറേഷന് പറ്റിയതല്ലെന്ന് കരുതിയിട്ട് നിന്റെ പുതിയ പരിഷ്കാരികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സകല കർമ്മങ്ങളും അത് അഖീം ഫലമില്ലാത്തതാണ്. വൽ ഈമാനു ബിലാ അമലിൻ സഖീം. ഒരു അമലും ചെയ്യാത്ത വെറുതെയുള്ള ഈമാനോ, ആ ഈമാന് രോഗം ബാധിച്ചതാണ്. എന്നാലും ശിഫ കിട്ടിയാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈമാനിനൊന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ പുഷ്കലമാകുന്ന അമലില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടുത്തുന്ന കാര്യം ഈമാനാണ്. ഈമാനില്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ കബൂലാക്കി തരട്ടെ.